الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അഭിവന്ദ്യരായ പണ്ഡിതന്മാരെ, സാദാത്യങ്ങൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, SKSSFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഓണംപള്ളി ഫൈലി മുതൽ ബഹുമാനരായ ഹസൻ സഖാഫി, രാമദളി മുഹമ്മദ് സഹാബ് തുടങ്ങി എല്ലാവരും സുദീർഘമായ ഒരു പ്രഭാഷണം നടത്തി. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളെ ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. അഭ്യസ്തവിദ്യരായ ഒരു വലിയ സമൂഹത്തോടാണ് വർത്തമാന കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ സംവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ കാലഘട്ടങ്ങളിൽ അവർ പറയുന്ന വസ്തുക്കളുടെ തെളിവ് ജനങ്ങൾ അന്വേഷിക്കുക പതിവാണ്. ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ദീനിന്റെ ചരിത്രത്തിൽ ഒരുപാട് ആളുകൾക്കിവിടെ അപജയം സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വഴിമാറി ചിന്തിക്കുകയും പരിശുദ്ധ വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ സംഭവിച്ച അബദ്ധം എന്താണോ ആ അബദ്ധം പഠനവിധേയമാക്കേണ്ടതാണ്. എല്ലാവർക്കും സംഭവിച്ചതിൽ അബദ്ധം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ സഹാബത്തിനെയും നിരുപാധികം പിൻപറ്റാൻ കഴിയാതെ വന്നതാണ്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനൂ ശുഹദാഅ അലനാസ്. വളരെ വിശാലമായി പ്രതിപാദിക്കേണ്ട ഒരു കാര്യമാണ്. പരിശുദ്ധ ദീനിൽ എല്ലാത്തിനും പാരമ്പര്യമുണ്ട്. പാരമ്പര്യമില്ലാത്ത കഥകൾക്കുന്ന ചരിത്രം പരിശുദ്ധ ദീനിനില്ല. അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോൾ എന്തായിരുന്നു അംലാഖുകളുമായി തുടങ്ങിയ ചർച്ചയെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. മനുഷ്യനെ പഠിപ്പിക്കുന്നതിന്റെ മുൻപ്, മനുഷ്യനെ സൃഷ്ടിച്ചതെങ്ങനെയെന്ന് പറയുന്നതിന്റെ മുൻപ്, മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോൾ നടന്ന ചർച്ച വരെ പരിശുദ്ധ ഖുർആൻ പറയുക. ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. മലക്കുകളോട് പറഞ്ഞു, ഞാനിതാ ഖലീഫയെത്തുന്നു. ജനിക്കുന്നതിന്റെ മുൻപുള്ള കഥ പറയാൻ മങ്കൂസ് മൗലൂദ് പോലെ. മങ്കൂസ് മൗലൂദിൽ ജനിക്കുന്നതിന് മുമ്പുള്ള കഥ പറഞ്ഞപ്പോൾ ചില ആൾക്കാർ ആകെ ബേജാറായത്. ആദം നബീനെ പടക്കുന്നതിന് മുമ്പുള്ളൊരു കഥയാണ് പറയുന്നത്. ഇനി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഇതാ നിങ്ങൾക്ക് ഞാനൊരു ഖലീഫയെ തരുന്നു. മലക്കുകളവിടെ തർക്കിക്കൊന്നുമില്ല. നഹ്സബ്ബിഹു ബിഹംദിക വനഖദ്ദിസു ലക്, നഹ്നു നുസബ്ബിഹു ബിഹംദിക്, നിന്നെ സ്തുതിക്കലോടുകൂടി നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ സമ്മതിക്കുന്നു റബ്ബേ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഉബൂദിയ്യത്ത് പൂർണ്ണതയാണത്. മൈക്ക് പോയിട്ടുണ്ട്. SKSF മൈക്ക് എന്ന ഐഡിയുള്ള സുഹൃത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ വീണ്ടും റൈസ് ചെയ്ത മൈക്കിലേക്ക് വരണം. മൈക്ക് പോയിട്ടുണ്ട്. DC ആയതാണെന്ന് തോന്നുന്നു. ഏതായാലും ആവശ്യമായ ഒരു ലൈവായിരുന്നു നമുക്ക് കേട്ടുപിടിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നുള്ള ഒരു ലൈവായിരുന്നു നമുക്ക് ഇട്ടുകൊണ്ടിരുന്നത്. അവാൻസ് ചെയ്യാം.
ആരെങ്കിലും ഒന്ന് ബൗൺസ് ചെയ്തെങ്ങനെ വീണ്ടും മൈക്കിലേക്ക് കടന്നു വരാൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ മൈക്കിലേക്ക് ക്ഷണിക്കുകയാണ്. എങ്ങനെ ബഹുമാനപ്പെട്ട അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഗർഭം ധരിച്ചതായ കഥയെ ബഹുമാനപ്പെട്ട ഹുസൈനുദ്ദീൻ മഖ്ദൂമുൽ മഅ്ദരി റളിയല്ലാഹു അൻഹു തന്റെ മങ്കൂർ സ്വാമിയുടെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രസവിച്ച സമയം കുട്ടിയെ കൊണ്ടുപോയി നിങ്ങൾ എന്ന് പറയുന്ന ഒരു വഹീനെ അല്ലാഹു തആല ബഹുമാനപ്പെട്ട മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതാവിന് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇവിടെ അമ്പിയാക്കന്മാരുടെ സൃഷ്ടിപ്പിനുപയോഗിച്ച മണ്ണിന്റെ ശ്രേഷ്ഠതയും അതിൽ റൂഹിനെ ഊതി കഥയും അവർ ഗർഭിണികളായപ്പോൾ അവരുടെ മാതാപിതാക്കൾക്കുണ്ടായ അവസ്ഥയും ലൈതനീ മിത്തുഹാദ ഇതിനു മുൻപും ഞാൻ മരിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് മറിയം റളിയല്ലാഹു അൻഹ സങ്കടം പറഞ്ഞതും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതാവിനെ കുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി പുഴയിലിടാൻ പറഞ്ഞതും വല്ലാഹു റാഖൂഹു ഇലൈക് അല്ലാഹു നിങ്ങൾക്ക് അവരെ തിരിച്ചു തരുമെന്ന് പറഞ്ഞതും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ നദിക്കരയിലേക്ക് ഒഴുകിയെത്തിയുടെ പിന്നിൽ സഞ്ചരിച്ച് നിങ്ങൾക്ക് ഈ കുട്ടിക്ക് മറുപടിക്കാൻ പറ്റുന്ന കൊലപ്പെടുന്ന ഒരു സ്ത്രീയെ കാണിക്കട്ടെ പറഞ്ഞ സാരിയാറിയുടെ ചെന്ന് അത് കൊടുത്ത സയ്യിദുനാ മുഹമ്മദ് നബിയുടെ കാലഘട്ടം സയ്യിദുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലും കാണാം. ഞാൻ പറയുന്നത് അമ്പിയാക്കന്മാർ സാധാരണക്കാരാണെന്നല്ല. അവർ ജനിക്കുന്നതിന്റെ മുൻപ് അവരുടെ മാതാപിതാക്കളുടെ വിവാഹം മുതൽ അവർ ജനിച്ച കാലാവസ്ഥ മുതൽ അവർ ജനിച്ച കാലഘട്ടം മുതൽ മുഴുവൻ ഇസ്ലാമിക സമൂഹത്തിനറിയാം. ഇവിടെ അവ്യക്തതയില്ല. ചില ആൾക്കാർക്ക് ഇപ്പോ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം തന്നെ മനസ്സിലാവണില്ല. പഴയ ആശയത്തിന്റെ ആൾക്കാർ ഇപ്പൊ എന്താ പറഞ്ഞേറോ, മുടിക്ക് സ്ഥലമുണ്ടോ, വൈറൽ പനിക്ക് വരുന്നുണ്ട്, ഹെൽത്ത് ക്ലബാണ്. ഇസ്തിഹാസക്ക് തെളിവുണ്ടോ, തുമ്മലിന് 2 ഗുളിക തരാം. ഈ തുമ്മറും വയറിളക്കൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾ ആശയവും ആദർശവും പറഞ്ഞു തുടങ്ങുക. അതിപ്പോ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ലേ? അങ്ങനെ ഒരു കൗമുണ്ട്. ആരാണോ അവരുടെ പേര് കഴിയില്ലേ? മുടിയന്മാർ. പക്ഷെ ഇപ്പൊ മഞ്ചേരി ബസ് സ്റ്റാൻഡിന്റെ മാതിരിയാണ് AP ഗ്രൂപ്പിന്റെ കഥ കേട്ടോ. മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ പോയാല് പുതിയ സ്റ്റാൻഡ് ഏതാണെന്നും അറിയില്ല, പഴയ സ്റ്റാൻഡ് ഏതാണെന്നും അറിയില്ല, ഏത് സ്റ്റാൻഡിൽ നിന്നാണ് ഏത് സ്റ്റാൻഡിലേക്കുള്ള ബസ്സും അറിയില്ല അല്ലെ. മഞ്ചേരി സ്റ്റാൻഡിൽ പോയാലേ AP ഗ്രൂപ്പിന്റെ കഥ അതാ. പൊന്മള ഭാഗത്ത് കൂടി നടക്കണോണ്ടാണോ അള്ളാഹോ പൊന്നാണ്ടി സ്റ്റാൻഡിൽ പോയത്, മഞ്ചേരി സ്റ്റാൻഡിൽ പോയതിന് പുതിയ ബസ് സ്റ്റാൻഡിൽ എന്ന് പറഞ്ഞിട്ട് രണ്ടും പുതിയതാണ്, പഴയതാണെങ്കിൽ രണ്ടും പഴയതാണ്. ഇതുപോലെ ഏത് ഗ്രൂപ്പ് എങ്ങിട്ട് നീങ്ങും, ഏത് സ്റ്റാൻഡിൽ നിന്ന് എവിടേക്ക് ബസ് കിട്ടുന്നൊന്നും ഒരാൾക്കും മനസ്സിലാവണില്ല. ഇവർ മനസ്സിലാക്കിയത് എന്താണ് പരിശുദ്ധ ദീൻ എന്നത്, അത് ആശയമാണ്, അത് ആദർശമാണ്, അതതിന് സുവ്യക്തമായ നിലപാടുകളും അടിസ്ഥാനപരമായ അറിവിനുള്ള ചർച്ചയുമാണ്. ഭയങ്കര സംഭവം നിങ്ങളുടെ നാട്ടിലില്ലേ? അക്കൗണ്ട് ജിന്നുള്ളതും ജിന്നില്ലാത്തതും ശൈത്താൻ ദൂരവും ഒക്കെ മുജാഹിദ് അറിയുന്നെങ്കിൽ ഇപ്പൊ കേരള കോൺഗ്രസിലായിരിക്കും. കേരള കോൺഗ്രസ് ഇങ്ങനെ ഇംഗ്ലീഷ് സാധനം ബ്രാക്കറ്റിലില്ല. ഇതുപോലെ മുജാഹിദ് ജിന്നുള്ളത് ജിന്നില്ലാത്തത്, ഇന്നലെ ജിന്നിറങ്ങിയത് നാളെ ജിന്ന് കയറാൻ സാധ്യതയുണ്ട്. ജിന്നിനെ
സുന്നികളെ മൗസൂദ് ഓതുന്നവനെ കഫറാക്കാൻ വേണ്ടിയിട്ട് അബൂജഹലിനെ മുസ്ലിമാക്കും. കാര്യമായിട്ട് എന്താ പറയാ, സുന്നികളെ പോലുള്ളൊരു വിശ്വാസം ആർക്കുണ്ട്? അബൂജഹലിനുണ്ട്. ആരാ പറയുന്നത്? ഇല്ല, കുല്ലും മജ്മഉൻ, എല്ലാവരും ഉണ്ട് ആ വിഷയത്തിൽ. സത്യത്തിൽ കുട്ടികളെ അബൂജഹലിന് വിശ്വാസം ഉണ്ട് എന്ന് ആര് പറയാണ്? ആരാ പറയണത്? മക്ക മുശ്രിക്കീങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് ആരാ പറയണത്? മുജാഹിദ്. അള്ളാഹ് പറഞ്ഞതോ ഉണ്ടായിരുന്നു എന്നാ? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഓ കാഫിരീങ്ങളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്ന പടച്ചവനെക്ക് ഞാൻ ആരാധിക്കുന്നില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്ന റബ്ബിനിക്ക് നിങ്ങൾ ആരാധിക്കുന്ന മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാതിട്ട് അല്ലാഹു പറയുന്നു. ശരിക്കിറങ്ങി അബൂജഹലിനെ മുസ്ലിമാക്കിയ അവസ്ഥക്ക് ഇത് ആശയപാപ്പരത്തല്ലേ? നിങ്ങൾ മനസ്സിലാവുണ്ടോ ഞാൻ പറയണത്? ഇത് ആശയപാപ്പരത്തല്ലേ? ഇന്നലാണ് ഈ അബൂജഹലിനെ കാഫിറാക്കി അബൂജഹലിനെ സമസ്തയ്ക്ക് ചേർത്ത് മെമ്പർഷിപ്പ് കൊടുത്താലേ മൗലവിക്ക് അബൂജഹലിന് ഇറങ്ങിയ ആയത്ത് നമുക്ക് ഓതാൻ പറ്റുള്ളൂ. അതാ കേസ്. തിരിയുണ്ടല്ലോ. പിന്നെ മറ്റൊരു ണ്ട്. ആരെ? തോളിൽ 2 സ്റ്റൗ, ഒരു കയ്യിൽ തക്കാളിക്കുള്ള സഞ്ചി, മറ്റൊരു കയ്യിൽ പച്ചരി, കീശിൽ 2 അറാക്ക്, കൂടി തസ്ബീമാലി. ഇതിങ്ങനെ വന്നിട്ട് മഹലിൽ കയറി അസ്സലാമു അലൈക്കും. അലൈക്കും സലാം. അങ്ങനാരാ? ഞാനൊരു ദീനീ പ്രബോധനാണ്. ഏതോ നമ്മളനുസരിച്ച് അസാമെന്ന് പറഞ്ഞ ഒരു എന്തെങ്കിലും പോകുന്നു. ഞാൻ ദീനിന്റെ ദഅവക്ക് വന്നതാണ്. നിങ്ങൾ സമസ്തന്റെ ആളാണോ? അല്ല. എ ഗ്രൂപ്പ് അല്ലേ? അല്ല. അപ്പൊ എപ്പിക്കാരനെ പോലെ എപ്പിക്കാരല്ല കാരണക്കാരാണ്. പിന്നെ ബാക്കിയുള്ളവര് പറയോ നിങ്ങൾ ഏത് കോളേജിൽ? ഞാൻ കാരന്തൂർ അടുത്തൊരു കോളേജിൽ നിന്ന് പാസ്സായത്. ഏത് കോളേജാണ്? കുന്നങ്ങൾക്കടിയിലാണ്. സക്കാഫിയാണോ? ഈ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അല്ല, സക്കാഫി എത്തിയിട്ടുണ്ട്. ഞങ്ങളെന്താ പേര് മാറ്റാത്തത്? അത് ഞങ്ങൾ അൽഫിയ ഓതിക്കൊണ്ടാണ്. ഇസ്മുയ്യു അയ്യനുൽ മുസമ്മാ മുതലഖ, അത്രേ ഉള്ളൂ ഒരു പേര്. ഒരു പേരിനെ വേർതിരിക്കാൻ, ഒരു വ്യക്തിയെ വേർതിരിക്കാനാണ് പേരുള്ളത്. അത്ര വലിയ സംഭവമായിട്ട് സഖാഫി എന്നുള്ള പേരിനൊരു മൂല്യം ഞങ്ങൾ കൊടുക്കണില്ല. അപ്പൊ ഏതായാലും ജമാഅത്ത് ഇസ്ലാമിക്കാർ അങ്ങനെ പറയില്ലോ, അല്ല തബ്ലീഗുകാർ അത് പറയില്ല. അവസാനം ചോദിക്കും, നിങ്ങൾ പിന്നെ എന്തിനാ പോകുന്നത്? ഞാൻ ദഅവക്കാണ്. ഇല്ല ഇരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ റോട്ടുമ്മ കൂടെയൊക്കെ നടന്ന് മാരസ്കാരം കഴിയുമ്പോൾ കയറി പിന്നെ ദിക്റാണ്. എങ്ങനെ? സുബ്ഹാനല്ലാഹ്. മഞ്ചേരിയിൽ നിന്നൊരു ജമാഅത്ത് അൽഹംദുലില്ലാ അടുത്ത ദിക്റ് ഇവിടെത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്റ് കൂട്ടിന് തേങ്ങണ്ടാതി ഓരോന്നും കിട്ടുക. മഗ്‌രിബിന് ശേഷം അവരെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. +2 വരെ മദ്രസിൽ പഠിച്ച, ഫത്ഹുൽ മീൻ ഓതി തീർന്ന, തഫ്സീറുൽ ജലാലൈനി കുറെ ഓതിയ, റിയാദുസ് സ്വാലിഹീൻ ഓതിയ കുട്ടിക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാര് ബുക്ക് വായിച്ചോ? തിരിയുണ്ടോ? ഇവനോട് നമ്മൾ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, ഞങ്ങൾ ദീനി ആർക്കൊന്നും എതിരല്ല. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഏത് വാഴ നടക്കുന്നതിന് മുമ്പ് ഖസീദത്തുൽ ബുർദയിൽ അവസാനത്തെ ഒരു വരി ചെല്ലലുണ്ട്. ആ യാക്രമൽ ഖൽക്കി ഒന്ന് ചേരും മൗലായ സല്ലി ചെല്ലിയിട്ട് നമുക്ക് വാഴ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ മതി. എന്നാ പിന്നെ കുന്തിരിക്കം കത്തിച്ചോട്ട് ശൈത്താൻ പോണ അതിന് ഗ്യാസ് സിലിണ്ടറും തോളിലിട്ട് ഇയാൾ പോയിക്കോളും. ഈ വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരും മുജാഹിദും തബ്ലീഗും ഖാദിയാനിയും ആ കൂടെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ താഴ്ത്തി സംസാരിക്കുന്നപ്പോൾ സുന്നികളുടെ പേര് സുന്നികളുടെ അഡ്രസ്സിൽ ചില ആളുകൾ കടന്നു വരുന്നുണ്ട്. ഇവിടെ അസൻ സഖാഫി ഇട്ട ക്ലിപ്പിൽ പറഞ്ഞതുപോലെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് മരണത്തെ ബാധിച്ചിരുന്നത് ഇത്രകാലം പണ്ഡിതന്മാരായിരുന്നു, വഹാബികളായിരുന്നു.
അവരേറ്റുപിടിച്ചുകൊണ്ട് ഇസ്മായിൽ ബഹ്ലബിയുടെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ അബുല്ലാമൂദിയും പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ കേരളത്തിലുള്ള മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പരിഭാഷ തന്നെയാണ് മറുപക്ഷത്തെ പണ്ഡിതനായ പെണ്ണൽ അബ്ദുൽ ഖാദിർ മുസ്ലിം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ാത്തതുമല്ല ഞാനൊത്തുകയാണ് ബഹുമാനപ്പെട്ട ഇമാം ഹസൻ അലി റളിയല്ലാഹു സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ചെയ്യുന്നൊരു ഹദീസുണ്ട്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിന്റെ 3-ാമത്തെ ദിവസം മുത്തുനബി വഫാത്തായ മദീന സഹാബത്ത് മുഴുവൻ കണ്ണീർക്കടലായ മദീനയിലേക്ക് മനുഷ്യനിങ്ങനെ കടന്നു വന്നു. ആ പാവപ്പെട്ട മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദറത്തിൽ നിന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ വന്നിരുന്നുകൊണ്ട് അയാൾ പറഞ്ഞു, അല്ലാഹുവിന്റെ നബിയേ, പരിശുദ്ധ ഖുർആൻ ശരീഫിൽ അങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ആരെങ്കിലും സ്വന്തം ശരീരത്തെ ആക്രമിച്ച, ആരെങ്കിലും ദോഷം ചെയ്താൽ അങ്ങയുടെ തിരുസവിധത്തിൽ വരികയും ചെയ്താൽ അല്ലാഹുവിനോട് അവർ പൊറുക്കലിനെ തേടുകയും അവർക്ക് വേണ്ടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് ചെയ്യുകയും ചെയ്ത അല്ലാഹു എല്ലാ ദോഷങ്ങളും പുറത്തു കൊണ്ടുവന്ന് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ടല്ലോ നബിയേ. സഹാബത്ത് മനസ്സിലാക്കിയ തൗഹീദ് അതാ. വലൗ അന്നഹും ഇളലമു അൻഫുസഹും, ഒരാൾ ദോഷം ചെയ്തു കേട്ടോ, ദോഷം പ്രകൃതിപരമാണ്. ചില ആൾക്കാര് ഒരാളെ സംബന്ധിച്ച് മാത്രം ദോഷം ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എടാകൂടത്തിൽപ്പെട്ട ആൾക്കാരെന്നെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിം അല്ല, നമ്മളെ പേരോട് തലമാൻ സഖാഫിന്റെ പഴയൊരു സ്നേഹിതനാണ്. മൂപ്പര് പറഞ്ഞു, സനതുണ്ടോ, കത്തോ, അതൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ അതൊന്നും ചർച്ചയില്ല. പിന്നെ ഉസ്താദിനെ ഞങ്ങൾക്ക് വിശ്വാസം. ഇങ്ങനെ ഉസ്താദിനെ ഞങ്ങൾക്ക്, അതുകൊണ്ട് മുടിയിൽ ഞങ്ങൾ ഇങ്ങനൊരു തൗഹീദുണ്ടോ ഇസ്ലാമിലുണ്ടോ? ഒരു മനുഷ്യനെ ഏതറ്റം വരെ വിശ്വസിക്കാന്നതിന് തെളിവുണ്ട്. നോക്കൂ, ഖുതുബുൽ ഖുത്താബ് സയ്യിദുനാ ഗൗസുല്ലാഹ് റഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദറല്ലാഹു സിർറഹുൽ അഹ്ലാരാണ്. എല്ലാത്തിനും മേലെ അർശിങ്കൽ പേര് രാജാലി എന്നവർ ആത്മജ്ഞാനത്തിന്റെ ആഴക്കടലിൽ മുങ്ങി അദ്ഭുതമായ രത്നത്തുകളെ ലോകത്തിന് സമ്മാനിച്ച ശൈഖുൽ മശായിഖ് ഖുതുബുൽ ഖുത്താബ് സയ്യിദുൽ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആത്മീയ ലോകത്തെ കുലപതിയായ മഹാനവറുകൾ മശായിഖന്മാരെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ മുരീദന്മാര് പാലിച്ചിരിക്കേണ്ട ആദാബുകൾ പഠിപ്പിച്ചിട്ട് പറഞ്ഞു, അല്ലാ യഅ്തഖിദ ഫീ ശൈഖിഹിൽ ഇസ്മത, തന്റെ ശൈഖ് പാപസുരക്ഷിതനാണെന്ന് എത്ര പൂർണ്ണനായ ശൈഖിനെ കുറിച്ചും മുരീദ് വിശ്വസിക്കാൻ പാടില്ല. ഏത് മനുഷ്യനും തെറ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. സ്വന്തം ശൈഖും മഅ്സൂമാണെന്ന് ഒരിക്കലും മുരീദ് ശൈഖിനെ പറ്റി വിശ്വസിക്കാൻ പറ്റൂല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ മഅ്സൂമില്ല. ഇനി ഹദീസിന്റെ ചരിത്രം പരിശോധിച്ചോ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദന്മാരെ പോലെ ശ്രേഷ്ഠവാന്മാരാരൊക്കെ അവർ ഹദീസ് പറയണതിന് മുമ്പ് സനദ് വെച്ചിട്ടുണ്ട്. സമയക്കുറവുകൊണ്ട് ഞാൻ ആ ചർച്ച ചെയ്യുന്നില്ല. എന്തായാലും കാന്തപുരത്തിലെ ഇസ്മത്ത് വാദിക്കുക എന്നുള്ളത് ഏത് വാദമാണ്? ഇതൊരു തന്നെയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ പറയാൻ എന്താച്ച വിശ്വസിച്ചോടെ, നിങ്ങൾ അങ്ങനെ വിശ്വസിക്കരുത്. ആരെ പറ്റിയും, ഒരു മനുഷ്യനെ പറ്റിയും അയാൾ മഅ്സൂമാണെന്ന് വിശ്വസിക്കാൻ പാടില്ല. ആ വിശ്വാസം അശാഇറത്തിന്റെ വിശ്വാസത്തിനെതിരാണ്, മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിച്ചതിനാണ്. ഏത് കാര്യപ്പെട്ടവനായാലും എന്റെ കാര്യം ഓരോ മനുഷ്യനെയും പരിശോധിക്കാൻ അവരെ ബാക്കിൽ നടന്ന് അവരെ കുർത്തക്കെട്ട് വാങ്ങാൻ നോക്കരുത്. അങ്ങനെയുണ്ട് ചില ആൾക്കാർ. ആകെ കൈക്കിലുള്ള 25 വയസ്സ് കൊണ്ട് മൂപ്പർ അണുബോംബ് ഉണ്ടാക്കാൻ നോക്കും. അണുബോംബ് ഫഹുൽമീമാരെയൊക്കെ ഓതിയിട്ടുണ്ടാവില്ല, ജമുൽ ജവാമി കണ്ടിട്ടും ഉണ്ടാവില്ല, കിതാബ് മുത്താല ചെയ്തിട്ടുണ്ടാവില്ല. മൂപ്പർ വന്നിട്ട് അറിയും,
ആ ഷെയ്ഖാണെന്ന് പേച്ചല്ലോ, ഈ ഷെയ്ഖ് നന്നായിക്കണല്ലോ, ഇതൊന്നൊക്കെ പറയാൻ കുറെ യോഗ്യത ഉണ്ട്. അല്ലെങ്കിൽ എന്താണെന്നറിയോ, പൊന്മളിന്റെ അതിരെയോ, പൊന്മൾ എന്ത് പറയാൻ എതിരേക്കും ഹക്ക്. ഞാൻ ഇമാം ഗസാലി തങ്ങളിലേക്ക് ചേർക്കപ്പെട്ട ഏതോ ഒരു കിതാബില് കണ്ടൊരു സംഭവം. എങ്ങനെ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വിഷയം വന്നാലും രണ്ട് ബുദ്ധിയുള്ള ആളുകളോട് ചോദിക്കണം ഇല്ലോ, രണ്ട് ബുദ്ധിയുള്ള ആളുകളോട് ചോദിക്കണം. കിട്ടിയില്ലെങ്കിലോ നേരെ അടുക്കളയിൽ കയറുക, പെണ്ണുങ്ങളോട് ചോദിച്ചാൽ മതി. പെണ്ണുങ്ങളോട് ചോദിച്ചിട്ട് പുറത്തിറങ്ങി അവൾ പറഞ്ഞതിന്റെ നേരെ എതിരെ ചെയ്യാം. അതായിരിക്കാം രണ്ട് ബുദ്ധിമാന്മാർക്ക് പറയാനുണ്ടാക. ഒരു ഫഹ്റുൽമീൻ അറിയുന്ന മുസ്ലിയാർ ഇങ്ങൾക്ക് കിട്ടിയില്ല, ഒരു മസ്അല അറിയുന്ന മുസ്ലിയാർ ഇങ്ങൾക്ക് കിട്ടിയില്ല, ഒരു കിതാബ് തിരിയുന്ന മുസ്ലിയാർ ഇങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പൊന്മളക്ക് വരാം കേട്ടോ. മൂപ്പരോടൊരു മസ്അല ചോദിക്കുക, മൂപ്പർ എന്ത് പറഞ്ഞോ അതിന് നേരെ ഇത് ചെയ്യാം. അതായിരിക്കും നോക്കൂ, നിങ്ങൾ അദ്ദേഹം പറഞ്ഞതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് മരണത്തോടു കൂടി മുറിഞ്ഞു പോകുമെന്നാണ്. സഹാബത്ത് റളിയല്ലാഹു അൻഹും പറഞ്ഞു, ആരെങ്കിലും ഒരാൾ ദോഷം ചെയ്താൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വരികയും മുത്തുനബിയുടെ സാന്നിധ്യത്തിൽ വെച്ച് അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്താൽ അല്ലാഹു അവർക്ക് പുറത്തൊടുക്കുന്നതാണ്. എല്ലാ സമയത്തും മദീനയിലേക്ക് പോകാനാവില്ലോ. അതുകൊണ്ടാണ് മഹാന്മാരായ മശായിഖന്മാർ അസ്സലാത്തു നിയാബത്തുൻ അനി സിയാറത്തി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുന്നത് പകരമാണ് അവിടുത്തെ മേൽ സലാത്ത് ചെല്ലലെന്ന് ബഹുമാനപ്പെട്ട ഖാദി ഫുളൈൽ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് ഇതിന്റെ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ്. പങ്കോസ് മൗലൂദ് സുന്നികൾ അസ്സലാത്തു അലൻ നബി വസലാമു അലർ റസൂൽ അസ്ഫീഉൽ അർദഹി വൽ ഹബീബുൽ അറബി എന്ന് സലാത്ത് ചെല്ലുമ്പോൾ ആ മനുഷ്യന്റെ ആത്മാവത പുണ്യപ്രവാചകന്റെ തിരുഹദ്റത്തിലേക്ക് എത്തുകയാണ്. തുംതവാമത്തഹിരി ദാഇമൽ ഹുദൂരി വസ്സുഹബ തുംതഫി ജന്നാത്തി വസ്ലി ഹൽ ചില്ലബ്ദാലിദാ. ഷെയ്ഖ് സുലൈമാനുൽ ഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർത്തിരിക്കുന്നതും പുണ്യമാണ്. ഇതെല്ലാവർക്കും അറിയുന്ന ഭാഷയല്ല, എല്ലാവരെയും ബോധിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധവുമില്ല. ഇസ്ലാമിക പണ്ഡിത തറവാട്ടെ കാരണവരായ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈമി റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ ബഹുമാനപ്പെട്ട ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമുൽ മഅ്ബരി റളിയല്ലാഹു അൻഹു മുത്തുനബിയെ തേടി വന്ന അറാബിയുടെ ഹദീസിനെ ആഫിദുസ്സംആനി ഉദ്ധരിച്ചതിനെ പിന്നറ്റി തന്നെയാണ്. അങ്ങനെ സലാത്ത് ചൊല്ലുമ്പോൾ എന്ന് പറയുമ്പോൾ അയാൾ സ്വലാത്തിലൊരു സാന്നിധ്യം, മുത്തുനബിയുടെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയാണ് മുത്തുനബിയോട് പരാതി പറയുന്നത്. ഇത് ഞാൻ എന്റെ സ്വന്തം വാദം പറയുന്നില്ല. ബഹുമാനപ്പെട്ട മഹാപണ്ഡിതന്മാരുടെ തലവനായ ഖുർആൻ ഖ്യാതരുടെ ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റളിയല്ലാഹുവിന്റെ തഫ്സീറുൽ കബീറിന്റെ ഒന്നാമത്തെ വാള്യത്തിൽ സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയുണ്ട്. അതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ ഹെഡിങ്ങിൽ അസ്സലാത്തു മിഅ്റാജുൽ ആരിഫീൻ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. അവിടെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് സ്വലാത്ത് ചൊല്ലാൻ, അത്തഹിയ്യാത്തിൽ സ്വലാത്ത് ചൊല്ലാനുള്ള കാരണം എന്താണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. ഇതൊരൊറ്റപ്പെട്ട വാദമല്ല. കാര്യം എന്തൊക്കെ സംഭവിച്ചാലും ശരി, ആരെന്തെല്ലാം പറഞ്ഞാലും ശരി, ത്തിന്റെ ഭിത്തിയിൽ കൊണ്ടുപോയ ആശിഖീങ്ങളുടെ നേതാവായ അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ള യാതൊരു സംഭവവുമില്ല. ആ പൊന്മള മുസ്ലിയാർ പറയുന്നത് ശരിയല്ല. അയാൾ യുവതികളുടെ ആശയം പ്രചരിപ്പിക്കുകയാണ്. അയാൾ ഇസ്മാഈലു ദഹബിയെ പിൻപറ്റുകയാണ്. അയാൾ കങ്കുയുടെ വാദം പഠിപ്പിക്കുകയാണ്. അയാൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വാദം പഠിപ്പിക്കുകയാണ്. സുന്നികളുടെ ചെലവിൽ വഹാബിസം പ്രചരിപ്പിക്കുന്ന നേതാക്കളെ ഏറ്റി നടക്കാൻ നിങ്ങൾക്ക് വിധിയാകത് മശായിഖന്മാർക്കെതിരെ അയാൾ കൊമ്പുകോർത്തപ്പോൾ നിസ്സംഗരായി നിങ്ങൾ നോക്കി നിന്നല്ലോ. അതിന് ഭൗതിക ലോകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ശിക്ഷ തന്നെയാണ്. പൊന്മളപ്പെട്ട വഹാബിസമുള്ള നേതാവിന് ജിന്ദാബാദ് വിളിക്കാൻ വിധിക്കപ്പെടുക എന്നത് ആദർശത്തിലൂട്ടപ്പെട്ട SSFകാരന് ഭൗതിക ലോകത്ത് വെച്ച തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കുക.
ഇയാള് പറഞ്ഞത് ഖുർആനിലാത്ത മുഅ്ജിസത്ത് മുഴുവനും നശിച്ചു പോകുന്നില്ല. ഇന്നത്തെ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുള്ള റിവായത്തിനെ പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ പറയുന്നു, അങ്ങനെയാ അഹ്റാബി കടന്നു വന്നു മുത്തുനബിയോട് പറഞ്ഞു, നബിയേ വഖദ് ലംതു നഫീ, ഞാൻ എന്റെ ശരീരത്തെ ആക്രമിച്ചിട്ടുണ്ട്. അങ്ങയുടെ അടുക്കൽ വന്നാൽ, അങ്ങയുടെ അടുക്കൽ വെച്ച് പൊറുക്കലിനെ തരിയാൽ, അങ്ങയ്ക്ക് വേണ്ടി ദുആ ചെയ്താൽ എന്റെ ദോഷം പൊറുക്കുമെന്നാണല്ലോ ഖുർആനിൽ പറഞ്ഞത്. ഞാൻ ദോഷം ചെയ്തു പോയി നബിയേ, ഞാനിവിടെ വന്നപ്പോൾ അങ്ങയെ കാണുന്നില്ല. ഇനി ദോഷം പൊറുക്കാൻ എന്താണ് ഒരു മാർഗം? ബഹുമാനപ്പെട്ട കരഞ്ഞുകൊണ്ടിരുന്നു. ഒത്തിരിയെ കുറിച്ചുള്ള ഓർമ്മകൾ അലയടിക്കുന്ന മനസ്സിൽ ഒരു വേദനയായി പോയി അറാബിയ സഹോദരന്റെ പ്രവചനം. ബഹുമാനപ്പെട്ട സുലുസം ആനി പറയുകയാണ്, അയാൾ തലയിലേക്ക് മണ്ണ് വാരിയിട്ട് കരയാൻ തുടങ്ങി, മുത്തുനബിയെ വിളിച്ച് കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ ഹബീബ് ഈ ദോഷം പൊറുക്കാനുള്ള വാതിലുമടഞ്ഞു. ആ മനുഷ്യൻ നിലവിളിച്ച് കരയാൻ തുടങ്ങി. അയാളുടെ തലയിൽ അയാൾ മണ്ണ് മാറിയിട്ട് കരയാൻ തുടങ്ങി. സുബ്ഹാന ജല്ല വഅലാ. മുത്തുനബി റൗള ശരീഫ്, ഏത് റൗള ശരീഫ്? അല്ലാഹു അല്ലാഹു വഖബറു ഹറമുൻ അല്ലാഹു അക്റമഹു വബൈതുഹു ഹറമുൻ അല്ലാഹു അല്ലാഹു വഖബറു ഹറമുൻ. മൗലവിമാർക്ക് മുത്തുനബി സാധാരണക്കാരനാണ്, അല്ലാഹു ബഹുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധ ഖബർ അത് ഹറമാണ്, അല്ലാഹു ബഹുമാനിച്ചിട്ടുണ്ട്. ആ വീട് ഹറമാണ്, മുത്തുനബി അല്ലാഹു ബഹുമാനിച്ചിട്ടുണ്ട്. അവിടുത്തെ മദീന ാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശുദ്ധമായ കണ്ണ് പതിഞ്ഞ ഉഹദ് മലയും സ്വർഗ്ഗത്തിലെ മലയാണ്. മദീനയെ സ്നേഹിക്കൽ ഈ മലിന്റെ അകമാണ്. സയ്യിദുനാ അസ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രതിശബ്ദത്ത് കേട്ടിരിക്കുന്നു. തങ്ങൾ പറഞ്ഞു, ഇതാ നിങ്ങൾക്ക് ദോഷം പൊറുത്തിരിക്കുന്നു. ഇത് കെട്ടുകഥ പറഞ്ഞതല്ല പൊന്മള മുസ്ലിയാരെ. SSF-കാരായ ആളെ പുസ്തകം വായിച്ചേക്കരുത്, SSF-കാരായ പ്രസംഗം കേട്ടുപോകരുത്. പൂരപ്പെടുന്നത് നിന്റെ ഈമാനാണ്, നിന്റെ ഹബീബിനെതിരെയുള്ള വിശ്വാസം. നിന്റെ കൽബിൽ കുത്തിക്കയറ്റാനാണ് ഈ ജനറൽ സെക്രട്ടറി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാൾ വഹാബിസത്തിന്റെ ചാരനാണ് എന്നല്ല, ഇയാൾ വഹാബിസം പ്രചരിപ്പിക്കുക. മുത്തുനബിന്റെ മുഅ്ജിസത്ത് ഉറിഞ്ഞുവന്ന് സമ്പാദത്തിനുണ്ടോന്ന്. സമ്പാദം വേണ്ട, ഞങ്ങളെ മുമ്പിലൊന്ന് ഇരുന്നാ മതി. ഈ ജനറൽ സെക്രട്ടറി എന്താ അഭിപ്രായം? എവിടെ എന്നുള്ള ചങ്ങന്മാരെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കഥ നിങ്ങൾക്ക് അറിയില്ലേ? മുത്തുനബിയുടെ റൗള ശരീഫിനെ ബെയ്ത്ത് ചൊല്ലി തുറപ്പിച്ചു ഉമർ ഖാദി. അവിടുത്തെ SSF മനസ്സിലാക്കാണ്. അപ്പൊ ഗ്ലോബൽ പ്രസംഗല്ലേ ഇത്, പുറത്തു പോണില്ലേ അല്ലേ? അയാൾ കേട്ടെ പുട്ടടിച്ചാ പോരാ. ഉമർ ഖാദി ആരാന്നറിയണം. മുത്തുനബിയുടെ റൗള ശരീഫിന്റെ വാതിൽ ഇഷ്ക് കൊണ്ട് തുറന്നു. ആശിക്കിന്റെ മുമ്പിൽ അടയുന്ന വാതിലില്ല. തുറന്നുവത് മുഴുവൻ പറയുന്ന എത്രത്തോളം അറിയോ? ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ശ്രീ അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ശൈഖ് അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനെ എങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ കരം നീട്ടിക്കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. വേണമെങ്കിൽ മുതാലായ ചെയ്തോ, വളരെ മനോഹരമായ ചരിത്രം പറയുന്നുണ്ട്. സമയക്കുറവുള്ളത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. സയ്യിദി ഗൗസുൽ ആലം പറഞ്ഞു, كيف فتح الله التابوت الرسالة على سيد أخي أحمد الكبير الرفاعي
രൂപത്തിന്റെ ആസ്ഥാന കവാടത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന് എങ്ങനെയാണ് അല്ലാഹു തുറന്നു കൊടുത്തത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട കയ്യിനെ എങ്ങനെയാ സയ്യിദി അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ചുംബിച്ചിരുന്നും മാറി നിന്ന് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട സയ്യിദ് ഗൗസുൽ ആലം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി മുതൽ ശൈഖുകളുടെ അഭിമാനമായ ബഹുമാനപ്പെട്ട ഉമർ അൽ ഖാദിബിൽ മുതൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫിന്റെ വാതിൽ തുറപ്പിച്ച കൈനീട്ടി തുറന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു മുതൽ 100 കണക്കിന് ചരിത്രമുണ്ട്. പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഹാബീലിൽ ബാബയുടെ സൈഡിൽ നോക്കിക്കോ, തൻബീറുൽ ഹലക് ഫീ റുഇയത്തി ഇംകാനിൻ നബിയ്യി വലക് എന്ന പേരിൽ ഒരു കിതാബുണ്ട്. അങ്ങനെ ഒരുപാട് കിതാബുകളുണ്ട്. ഇമാം സുയ്യൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ തൻബീർ എന്നൊരു കിതാബുണ്ട്. അതിൽ 100 സംഭവങ്ങൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുറന്നതും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അസ്ഖീങ്ങൾ കണ്ടതും എന്റെ ഒരു പ്രസംഗം കൊണ്ട് തകരുന്നതല്ല സുന്നത്ത് ജമാഅത്ത്. അതിൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞ് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. മൻ റആനി ഫിൽ മനാമി വസയറാനി ഫിൽ യഖള വസയറാനി ഫിൽ യഖള എന്നൊരു ഭാഗത്തുണ്ട്, വസയറാനി യഖള എന്നൊരു ഭാഗത്തുണ്ട്. ആ ഹദീസ് ബഹുമാനപ്പെട്ട മുഹദ്ദിസീങ്ങൾ വിവിധ തരത്തിൽ വിശദീകരിക്കുന്നു. അവരൊക്കെയും സയ്യിദുൽ വറ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇന്നും കാണുമെന്നാണ്, ഇപ്പോഴും കാണുമെന്നാണ് നിങ്ങളുടെ തവനായ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹസൻ അശ്ശാദിലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി. അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യൻ കാണാതെ ഞാനൊരു മുസ്ലിമാണെന്ന് പറയില്ല, അർത്ഥം കാണുന്നില്ല എന്ന് പറഞ്ഞ് എല്ലാ സമയത്തും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിരുന്ന ആശിഖീങ്ങളുണ്ട്. ഇവരുടെ ചരിത്രം മുഴുവൻ എന്റെ മുസ്ലിയാർ കൊണ്ടുവാ ജാലിയാവാലയുടെ അഡ്രസ് ഇല്ലാത്ത മുടിക്ക് വേണ്ടി എഴുതിത്തുള്ള അഷ്റഫുൽ ഖുർആൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന മുസ്ലിം ഉമ്മത്തിനെ കിട്ടില്ല. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ അതിന് കിട്ടൂല. ഏത് അഖിലേന്ത്യാ സെക്രട്ടറി വന്നാലും, സഖിയുടെ സെക്രട്ടറി വന്നാലും, അയാളുടെ ജനറൽ സെക്രട്ടറി വന്നാലും, യവൻ വന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണശേഷം മുഅ്ജിസത്ത് അസ്തമിക്കുമെന്ന് പറയുന്നവരോട് യാതൊരുവിധ സന്ധിയുമില്ല. അല്ലാഹു പാവപ്പെട്ട നമ്മളെ ഈ മനിനെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. പറഞ്ഞു എവിടെത്തിപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് വഫാത്തിന് ശേഷം ഖുർആനകത്ത് ഉണ്ടാവില്ല. ഇവൻ എന്ത് സുന്നിയാണോ? SSF ഇനി പിരിച്ചു വിടണോ? പിരിഞ്ഞു പോയിക്കണ്. സുന്നി എന്ത് സുന്നി? നബി തങ്ങളെ പറ്റി ഇതാണ് വിശ്വസിച്ച് എന്ത് സുന്നിയാണോ? അല്ല കുട്ടികളെ, പഞ്ചസാരയിൽ ഉറുമ്പ് കയറാതിരിക്കാൻ അതിന്മേ ചതിൽപ്പൊടി നിരിച്ചിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? സുന്നി വള, സുന്നി വാച്ച്, സുന്നി മോതിരം, സുന്നി സുന്നി മസ്ജിദ്, സുന്നി കക്കൂസ്, സർവം സുന്നി ഒരു കാര്യമുണ്ടോ? നേതാവ് പറയണത് ഇതാണ്. ഇവിടെ വളരെ വ്യക്തമായ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കാം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമപ്പെട്ട പറഞ്ഞിട്ട് മഹാനവറുകൾ പറഞ്ഞു, തതവാറത്തിൽ അദില്ലതു വന്നുസൂസു ബിഅന്ന മുസ്തഫ മുഴുവൻ ദലീലുകളും പഠിപ്പിക്കുന്നത്, മുഴുവൻ ആയത്തുകളും പഠിപ്പിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിന്നും ജീവിച്ചിരിക്കുന്നുവെന്നാണ്. ഇതിൽ ഒരുപാട് സാങ്കേതിക പ്രശ്നമുണ്ട്, ശരിയുണ്ടോ? അത് ആ പറഞ്ഞതില് രാമന്തളി ബോംബെ പോയത് റോങ്ങാ നടത്തുന്നില്ലല്ലോ. ഉണ്ടോ? അങ്ങനെയുണ്ടോ? ചിലപ്പോ ഭയങ്കര സംഭവമാണ്. എങ്ങനെ പൊന്മള പറയും, പേരോട് വിശദീകരിക്കും.
നാട്ടിൽ മനസ്സിലാക്കണം. എല്ലാപ്പുറം മനസ്സിലാക്കിയാലോ കുറ്റക്കെട്ടും. നിങ്ങൾ മനസ്സിലാക്കണം, എന്താ നിസ്വാർത്ഥരായ ഉലമാക്കന്മാർ, നമ്മൾ സുലൈമാൻ വരിയെ പോലുള്ള ആള് ഇങ്ങനെ പൊതുസംഘടനാ വേദിയിൽ വരുന്നവരാ, അവരൊക്കെ സഹി കെട്ടി അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശത്തിനെതിരായ നിങ്ങളുടെ നിലപാട് കൊണ്ട് പൊതുവേദിയിൽ വരുന്നവരാണ്. അല്ലാഹു നമ്മുടെ ഉലമാക്കന്മാർ ഹിമ്മത്തും ദീനീ ദഅവത്തുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഞങ്ങൾക്കൊക്കെ എന്താ താല്പര്യം? ഇങ്ങനെ പ്രസംഗിക്കൽ ഇഷ്ടമാണെന്നാ? നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഞങ്ങൾ പ്രസംഗ തൊഴിലാളികളല്ല. ഞങ്ങളുടെ ജീവിതം എന്താ? നിങ്ങൾക്ക് ഏതാണ്? ഇത്രയും ശക്തമായ നിലപാടുമായി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ രംഗത്ത് വരുന്നത് ഞങ്ങളെ കാരവന്മാരിവിടെ പ്രചരിപ്പിച്ച ആശയം ഇല്ലാതെയാകുമെന്ന് പേടിച്ചിട്ടാ. ചില ആൾക്കാർ കുലിയായി തഫറൂന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ നമ്മളെ ലീഗിൽ നിന്ന് പുറത്താക്കിയിട്ട് ഒരു ലീഗുണ്ട്. തിരിയുണ്ടല്ലോ അല്ലെ? തിരിഞ്ഞോ? നമ്മളെ ഗാഫറാക്കാൻ വേണ്ടി മുജാഹിദ് അബൂജാലിനെ ഒഴിവാക്കി. എന്നിട്ടോ അബൂജാലിന്റെ പേരിൽ മുഴുവൻ ഇറങ്ങിയ ആയത്തിൽ നമ്മൾ ചാർജ് ചെയ്യാം. തിരിഞ്ഞില്ലേ? തിരിയുണ്ടല്ലോ. ഇതേപോലെ മറ്റേ കോമ് ആര് ഇപ്പോഴും പേരറിയില്ലേ? ആരാടോ? ആ മറ്റേ കോമ്. അവര് നമ്മളെ ലീഗിൽ നിന്ന് പുറത്താക്കിയിട്ട് ഒരു ലീഗുണ്ട്. വല്ലാത്തൊരു അത്ഭുതം തന്നെ. നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ലേ? കാര്യം കേട്ടോ, ഞങ്ങളിതൊക്കെ സഹിക്കും. ഇങ്ങനെ നിങ്ങൾ ലീഗാണ്ട് പറഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷം. നിങ്ങളുടെ അഭിപ്രായം എന്താ? പകുതി നന്നായല്ലോ എന്നാ ഞാൻ പറയാം. ഇനി ബാക്കി പകുതി വെക്കാൻ മതി. എന്താ അഭിപ്രായം? അല്ലേ? മുഹല്ലതായ 2 നട്സ് ഉണ്ടായിരുന്നു, 1 നട്ടല്ലോ. ഞാൻ അടുത്ത് നോക്കാൻ അതിന്റെ വേദന മതിയല്ലോ. 2ഉം കൂടി പറഞ്ഞല്ലോ. എന്ത് വളരെ നല്ലതാണ്, ഞങ്ങളെ വായത് ഉപകാരപ്പെടുന്നുണ്ട്, ലീഗ് നല്ലതാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്, നിങ്ങൾ ലീഗിൽ മെമ്പർഷിപ്പ് എടുക്കണം, എല്ലാവരും ലീഗിൽ ചേരണം. ഇതിന്റെ ആഗ്രഹത്തിൽ ലീഗ് കേരളം ഭരിക്കണം. ഒരു ലീഗാരൻ പിന്നെ എന്താ ആവശ്യമുണ്ട്? ഭരിക്കേണ്ടതാ? അങ്ങനെ ആണോ? ലീഗ് കയറിയാൽ മതി, ബാക്കി പകുതി നോക്കിയാൽ മതി, പണി കുറഞ്ഞു. എന്തായാലും ഇവര് ലീഗാണ്ട് ഇത് നമ്മളെ ലീഗിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി. ഇങ്ങനെ എവിടെയൊക്കെ നയമില്ലായ്മ ഉണ്ടോ അതിനൊക്കെ നേതൃത്വം കൊടുക്കാൻ ആരുണ്ട്? ഈ ബഹുമാനപ്പെട്ട ആൾക്കാരുണ്ട്. എങ്ങനെ ഉലമാക്കന്മാർ ഇങ്ങനെ ആയിപ്പോണത്? ആശയപരമായി ഭയങ്കര തർക്കം. ഇനി സമയമല്ല, ഒരുപാട് പറയാനുണ്ട്. ഞാൻ ചുരുക്കി പറയാണ്. ഈ ആശയത്തെ ഇനി വളരാൻ അനുവദിക്കരുത്. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ കഴുത്തിൽ കയറിടേണ്ടവർ ഒറ്റക്കണം. ഇങ്ങനത്തെ ആശയം ധരിപ്പിക്കാൻ പണ്ഡിതന്മാരെ വിടരുത്. ദ്വീപന്തിസം സുന്നികളെ വേദിയിൽ പറയരുത്. ചുരുങ്ങിയ പക്ഷേ ഇസ്മായിൽ സഖാവിനോടുള്ള ദേഷ്യം കൊണ്ടെങ്കിലും SSF വിശ്വസിക്കുന്നു. നിങ്ങൾ എന്താ അല്ലേ? ഞാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കത്തൂല, പൊന്മള പറഞ്ഞു കത്തുന്ന്. ദലീല് ഖുർആൻ അല്ലാത്തൊരു മുഅ്ജിസത്ത് നിലനിൽക്കൂല. അങ്ങനെ ഇപ്പൊ എവിടെ പോയടും വഹാബിസം. ഞാൻ എവിടെയെങ്കിലും ഇരുന്നാൽ അവിടെ 10 രോഗികൾ വരും. എന്നെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് അറിയാം. എവിടെ പോയിരുന്നാലും ശരി, ഞാൻ ഹിമാലയത്തിൽ പോയിരിക്കണം, അവിടെ ഉണ്ടാവും. ഒരു ദിവസം ഞാൻ എവിടെ ഇരുന്നപ്പോ കുറെ കുട്ടികളും പെണ്ണുങ്ങളും ഒക്കെ ഒരു വീട്ടിലുള്ള ആളുകളായിരിക്കാം ഒന്നിച്ചിന്റെ അടുത്തേക്ക് വന്നു. ബാക്കിൽ നിന്ന് SSF ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട് പേരോട് ഇന്നലെ പ്രസംഗിച്ചും ചെയ്ത് നാട്ടിലേക്ക് കാട്ടിക്കൊടുത്തും ചെയ്ത്. ഇതിന്റെ മസൽ എന്ന് പറഞ്ഞു, ഒരു നാടൻ വൈദ്യനായ ഞാൻ, പാരമ്പര്യ വൈദ്യനായ, ലൈസൻസ് ഉണ്ട്, അതിന് ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്, ഞാൻ രോഗികളെ നോക്കലുണ്ട്, എന്റെ രോഗികൾ എവിടെയുണ്ട്, എല്ലാവർക്കും ഒരേ AP ഗ്രൂപ്പിലുള്ള രോഗികളുണ്ട്. എത്ര ആൾക്കാരുണ്ട് നിശ്ചയിക്കാൻ പറ്റുമോ? അതൊന്നും ഒരു പറയില്ല. സമസ്തയിലുണ്ട് രാമന്തലിക്കാർ, മൂപ്പർ പടുത്ത് വിട്ടിട്ടുള്ളൂ. അപ്പൊ കഷായ കുപ്പിയൊക്കെ അറിയാം. ഞാനൊരു വൈദ്യനായ എന്നോട് ഒരു രോഗം പറയുന്നത് ഒറ്റക്കല്ല, കൂട്ടമായിരുന്നാണ്. ഒറ്റക്കും കാണാം, കൂട്ടമായിരുന്നാണ്. ഓലാരിമാതിരി ഒറ്റക്കല്ല. ഞാൻ ഇരിക്കുന്നോട്ട് ആൾക്കാർ ഇങ്ങനെ വരും. ഒറ്റയ്ക്ക് രോഗം പറയുന്നത് ആ പെണ്ണിന് ഹലാലല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഒരു അതിനോട് രോഗം പറയല്, വൈദ്യനെ കാണാൻ ഒരു കൂട്ടം പെണ്ണുങ്ങളോട് കൂടെ വരല്, വൈദ്യനോട് രോഗവിവരങ്ങൾ പറയല്, വൈദ്യൻ രോഗിയെ പരിശോധിക്കല്. ഞാൻ തൊട്ടോക്കൊല്ല പരിശോധിക്കലില്ല, പക്ഷെ പരിശോധിക്കല് ഹലാലല്ലേ? അല്ലേ? ഈ കാണുന്ന നാട്ടിലെ മുഴുവൻ ഹോസ്പിറ്റലുകളിലും നിങ്ങളെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ പോകണ്ടല്ലോ, നാടൻ വൈദ്യനെത്തിക്കും പോകണ്ടല്ലോ. ഇത് ഹലാലല്ലേ? ഇത് ഫോട്ടോ എടുത്തതോ? പറഞ്ഞോ, പറ പേരോടെ. ഇത് ഫോട്ടോ എടുത്തത് ഹലാലാ? ഈ ഫോട്ടോ എടുത്ത് കാണുന്ന ആർക്കാണ് ഇത് ഹലാലാകുക? എന്റെ ചിന്തങ്ങളെ ഫോട്ടോ നോക്കല്. എന്നിട്ട് പോട്ടെ ജഹ്ലത്തുലമന്റെ മെമ്പർ ക്ലിപ്പായി കാട്ടിക്കൊടുക്കുക, ബാക്കിയുള്ളവർക്ക് കണ്ടില്ല എന്റെ പെണ്ണുങ്ങളെ ഫോട്ടോ പറഞ്ഞിട്ട്. എങ്ങനെ അവിടെ ഒന്ന് മസാല? ശരിക്കും ഇവർക്കൊക്കെ എന്റെ പറ്റിയെന്ന് ചോദിച്ചോണ്ട് ഇത് പറഞ്ഞ മനസ്സിലായില്ല.
തിരിഞ്ഞോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം വൈദ്യന്റെ അടുത്തേക്ക് രോഗി വരലും രോഗിയെ വൈദ്യൻ പരിശോധിക്കലും സ്വാഭാവികമാണ്, ശരിയാത്തതാണ്. രോഗമുള്ള ആള് അതിനെ കാണിക്കണം, ഡോക്ടറെ കാണിക്കണം, മരുന്ന് വാങ്ങണം. ഫിത്നക്ക് സാധ്യതയില്ലാത്തൊരു കൂട്ടം പെണ്ണുങ്ങള്, ആ പെണ്ണുങ്ങൾ ചില ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട് പേരോണ്ടെതിരെ നമ്മൾ കേസ് കൊടുക്കട്ടെ. ഞാൻ ഒന്നും ചെയ്യില്ല, കൊടുക്കണമെന്നും പറഞ്ഞില്ല. പെൺകുട്ടികളെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ വലിയ അപകടമാണ് അല്ലേ, ഭയങ്കര കേസുള്ളത്. എന്നിട്ട് വന്നിട്ട് ഒരു കൂട്ടം ആളുകള് ഏതോ ഒരു അബോധാവസ്ഥയുള്ള രോഗിനെയും കൊണ്ട് കടന്നു വന്ന് എന്നോട് സംസാരിക്കുന്ന ഫോട്ടോ, അത് ഫേസ്ബുക്കിലിട്ട്. ഫോട്ടോ എടുത്തോണ്ട് ലോക്കൽ SSF നിൽക്കാം, അത് ഇട്ടോടെ അതിലും വലിയ ലോക്കൽ നിൽക്കാം. ഇത് കാട്ടിക്ക് പ്രസംഗിച്ച പോലെ അല്ല. ഇയാളടുത്ത് ഓതി പഠിക്കുന്ന കുട്ടികളൊക്കെ എങ്ങനെ നേരാവുക? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇനി അഥവാ പേരോട് പറഞ്ഞു ഞാൻ ചെയ്തത് ഹറാമാന്നൊക്കെ, ശരി, അങ്ങനെ അങ്ങനെ വരാലോ. ഹറാമാണെങ്കിൽ ഈ ആമിന്റെ ഫോട്ടോ എടുത്തത് ആരാവോ? ഹറാമിന്റെ ഫോട്ടോ എടുക്കലാരാ പറ. എന്നിട്ട് അത് ഫേസ്ബുക്ക് വഴി ഷെയർ ചെയ്ത് ആരാ? പിന്നെ അത് ക്ലിപ്പാക്കി കാട്ടിക്കൊണ്ട് പ്രസംഗിക്കലാരാ? ശരിക്കും പറഞ്ഞാൽ ഇവൻക്കൊക്കെ എന്തോ വലിയ തകരാറുണ്ട്. പഠിച്ചോ നമ്മളെ കാലരക്ഷിക്കട്ടെ. ഫിഖ് എന്താ അറിയില്ല, മസൽ എന്താ അറിയില്ല, ഹലാൽ എന്താന്ന് അറിയില്ല, ഹറാം എന്താന്ന് അറിയില്ല. ഫിഖ് ആണെങ്കിൽ പിന്നെ ഏതുകാരിയായിട്ട് നോക്കുകയാണെങ്കിൽ അശായിറത്ത് എന്താന്ന് അറിയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം എന്താണ് ഹാലെന്ന് അറിയില്ല, ജീവിച്ചിരിക്കുമ്പോൾ എന്താണ് ഹാലെന്നറിയില്ല. വളരെ ഗൗരവപരമായ ഒരു പതനത്തിലേക്ക് കാന്തപുരം ഗ്രൂപ്പ് പോയിക്കൊണ്ടിരിക്കുന്നു. ആരപ്പോ എന്നറിയോ? തബ്ലീഗ് ജമാഅത്തിനെ പോലെ, അതേപോലെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ, മുജാഹിദ് ഗ്രൂപ്പിനെ പോലെ പൂർണ്ണമായൊരു പതനത്തിലേക്ക് കാന്തപുരം പോകുന്നു. മുടി കൊണ്ട് മാത്രമല്ല കേട്ടോ, മുടി വരുന്നതിന്റെ മുൻപും ഇങ്ങനെ തന്നെയാണ്. ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖ്ഖീൻ, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന സമയത്തിന് വലിച്ചുപിടിക്കുന്നു. അല്ലാഹു അമാന്മാരായ ഉലമാക്കന്മാരുടെ ബറക്കത്തും അവരുടെ ഫൈലും അവരിൽ നിന്നുള്ള നഫഉം പാവപ്പെട്ട നമുക്ക് നൽകുമാറാവട്ടെ. അതിന്റെ വാർഷികമായിട്ട് നമ്മൾ സക്കാഫി സമ്മേളനം വെച്ചിട്ടുണ്ട് മലപ്പുറത്ത്. അപ്പൊ ഫേസ്ബുക്ക് ഇപ്പൊ ഒരു തരം ഹൈജാക്കിന്റെ മേഖലയാണ്. സക്കാഫി വരും എന്ന് പറഞ്ഞാൽ സക്കാഫി വരും എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ വിടും. ഞാൻ തുറന്നു പറയുന്ന ആളാ. എന്തിനാറിയോ? നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത് ഏത് സക്കാഫിയെ വിടായോ? ഈ വരുന്ന സക്കാഫി തന്നെ. അയാളെ പ്രശ്നം സംഘടനാപരമായ ഒരു നടപടിക്ക് വിധേയനായി അയാൾ ഗൂഡല്ലൂരിലെ ഏതെങ്കിലും തോട്ടത്തിലോ വയനാട്ടിലെ ഏതെങ്കിലും ഷെഡിലോ മഞ്ചേരിയിൽ പേടിപ്പിച്ചിട്ട് നടപ്പാക്കണം, പിൻവലിപ്പിക്കണം. അതിനെ ഫൈക്ക് ID വഴി ഇയാൾ വല്ല ശിബിർ ചെയ്യുന്നോ ഒക്കെ അയാൾ ശിഷ്യന്മാരുണ്ടാവല്ലോ, ഓരോട് വിടുകയാണ്. എന്താ വിടുന്നത്? ഫുലാൻ ബി ഫുലാൻ സക്കാഫി സമ്മേളനത്തിൽ പങ്കെടുക്കും. മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇതൊരു ഫേസ്ബുക്കിൽ കൊണ്ട് വരുമ്പോഴേക്കും നിങ്ങൾ ഷെയർ ചെയ്യരുത്. അതുകൊണ്ടല്ലോ പിന്നെ നമ്മളാളുകൾ കാണുക നമ്മളെ ഔദ്യോഗിക ഐഡിയിലായിരിക്കും. ഇതിന്റെ ഉദ്ദേശം എന്താ? അവിടെയുള്ള ചില ആളുകൾക്ക് ബർത്ത് ഉറപ്പിക്കലാണ്. ശരിയുണ്ടല്ലോ, ചില ആൾക്കാർ പറയണ്ടല്ലോ നിങ്ങളെ മോനെ കൊണ്ട് കെട്ടിക്കാന്നൊക്കെ പറഞ്ഞു. തീരുമാനിക്കാൻ ഇപ്പൊ തീരുമാനിക്കാനല്ലേ വേറെ പൂജാള വരേണ്ടത്. ഈ ഒരു നമ്പർ ഡിമാൻഡ് ഉണ്ട്. എന്നിട്ട് അതും ചെയ്യേണ്ട സക്കാഫി സമ്മേളനത്തെ എന്ത് നടന്നാലും ആ ഒറ്റ ഹെഡിങ്ങിന്റെ ചുവട്ടിൽ എഴുതിയേക്കാം. എന്തായിക്കോ അത്? സമസ്തക്കെതിരെ കേസ് കൊടുത്തവരുടെ മുഖം കെടുത്ത
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഖദറിനെ താഴ്ന്ന അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ, അവിടുത്തെ ശറഫിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ കളിയിൽ നമ്മൾ പോകരുത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓടിച്ചെല്ലാനുള്ളത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ മുത്തുനബിയുടെ തിരുസാന്നിധ്യം തേടി അല്ലാഹുവിന്റെ ഹബീബിനോട് ശഫാഅത്ത് ചോദിച്ച് അവിടുത്തെ തിരുടികളിൽ നിന്ന് ഹൗറൂഫറും കുടിച്ചു ജീവിക്കുന്നതാണ് നമ്മുടെ മനസ്സിലുള്ള സ്വപ്നങ്ങളിലെ പ്രധാന സ്വപ്നം. ഭൗതിക ലോകമോ അതിന്റെ അതിന്റെ പ്രകാശമോ അവിടുത്തെ സുഖസൗകര്യങ്ങളോ സൗരഭ്യമോ നമ്മളെ ആകർഷിക്കുന്ന ഘടകങ്ങളല്ല. ആ ഭൗതിക ലോകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരോ അതിന്റെ സൗകര്യത്തിൽ ആകൃഷ്ടരോ അല്ല. ഈ ദുനിയാവിലേക്ക് മാടി വിളിക്കുന്നവർ ശ്രദ്ധിക്കരുത് കേട്ടോ. ഭൗതികമായ സ്ഥാനങ്ങളിലേക്കും ശ്രദ്ധിക്കരുത്. ഇവിടെയുള്ള അംഗീകാരവും നമുക്ക് ആവശ്യമുള്ളതല്ല. ഇവിടെയുള്ള വീടും കൊട്ടാരവും നമുക്കത്ര അഭിവാജ്യ ഘടകമല്ല. നമ്മൾ ഏറ്റവും പ്രധാനമായി ചിന്തത് ഉഹ്റവിയായ വിജയത്തിന് മാത്രമാണ്. ആദർശം സംരക്ഷിക്കപ്പെടേണ്ടതാണ്, ആദർശം പഠിപ്പിക്കപ്പെടേണ്ടതാണ്. പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആളുകളെ കളവ് പറയുമ്പോൾ അത് പ്രതിരോധിക്കാതിരിക്കാൻ വയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയുമ്പോ എന്താപ്പോ SKSF എത്ര സ്ട്രോങ് ഇതൊക്കെ പറയണോ? ഇപ്പൊ പുതിയ ചോദ്യമാണ്. ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെ ഹൈവേ വീതി കൂട്ടരുത്. നമ്മൾ വിചാരിച്ചപ്പോ ഹൈവേ ബന്ധം. പിന്നെ പ്ലാച്ചിമടയിൽ വെള്ളമില്ല. ജമാഅത്തെ ഇസ്ലാമി പിന്നെ യോഗം കൂടി പേര് പറയും. ആ യോഗത്തെ കുറിച്ച് പങ്കെടുത്തിട്ട് ഇങ്ങനെ പറയും, നമുക്ക് കൈ എവിടെ കെട്ടിയാലെന്താ, ഒന്നു എങ്ങനെ ഉണ്ടാക്കിയാലെന്താ. അത് ശരിയാ. പിന്നെ മെല്ലെ പോകും മൗല വെക്കും, അല്ല മോനെ നിന്റെ ഭാര്യ നിനക്ക് അന്യയാണോ, നിങ്ങളെ പെണ്ണുങ്ങൾ നിങ്ങൾക്ക് അന്യെന്ന് പറയുമ്പോൾ വിഷമം ഉണ്ടാവില്ലേ? അല്ലേ അല്ലേ? അന്യയായ പെണ്ണിനെ തൊട്ടാലോ ഒന്നു മുറിയുള്ളൂ. നിങ്ങളെ പെണ്ണുങ്ങൾ എങ്ങനെ അന്യം ഉണ്ടാകുക? ആ ശരിയല്ലേ. നമ്മൾ പോയത് എന്തിനാ എന്തിനാ എന്താ നമ്മൾ പോയ അജണ്ട എന്തായിരുന്നു? ആ ഹൈവേ വീതി കൂട്ടരുത്, കാച്ചിമടിയിൽ വെള്ളമില്ല, പശ്ചിമഘട്ടം സംരക്ഷിക്കണം, വീടിനൊക്കെ പച്ച പെയിന്റടിക്കണം. അത് കേട്ട രസമുണ്ട്. കസ്തൂരിരംഗ റിപ്പോർട്ടില് പിന്നെ നമ്മളെ മറ്റേ സ്ഥലം ഉൾപ്പെട്ടിട്ടുണ്ട്. ഏത് പുതുപ്പാടി പഞ്ചായത്ത്, അതിലാണ് നോളജ് സിറ്റി ഉള്ളത്. ഇനിയിപ്പോ അഥവാ ബിൽഡിംഗ് ഉണ്ടാക്കണം അതിനൊക്കെ പച്ച പെയിന്റടിക്കണം. അപ്പൊ ചുരുക്കത്തിൽ ഏപ്പിന്റെ നോളജ് സിറ്റി ഒരു 10 അതിലുണ്ടാവും. പുറത്ത് നല്ല പച്ച പൈന്റും ഉള്ളിൽ ഒറിജിനൽ ചോപ്പും. നിങ്ങളെന്ന് ആലോചിച്ചു ഐറ്റളിങ്ങനെ പഠിച്ചപ്പോൾ എന്തൊരു ബലാ ഞങ്ങളുടെ നാട്ടിൽ വന്നിപ്പെട്ട്. ഇപ്പൊ ഈ അവസ്ഥയുടെ പെയിന്റിക്കാൻ പറ്റില്ല. പച്ച പെയിന്റ് ഉള്ള മരം മുറിക്കാൻ പാടില്ല, പുതിയ മരം നടാം. ഒന്ന് പെട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ചില ആൾക്കാർക്ക് ഇപ്പം അറ്റാക്ക് കൂടിയിരിക്കാണ്. കാരണം 1 ലക്ഷം റുപ്യ 2 ലക്ഷം ഓരോ സെന്റ് ഭൂമി വാങ്ങിയതിന്റെ ഇവിടെ അല്ലേ മറ്റു മുടി വരാൻ പോണേ. അതിന്റെ കാറ്റ് വെച്ച് കിടക്കാന്ന് ഇതിലൊക്കെ ഈ പിരിക്കാൻ പോണ മൂല്യന്മാരെ അവിടെ ഹലോ, അസ്സലാമു അലൈക്കും. ആ ക്യാമറ കൊടുക്കുന്ന ആള് ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ പറയുന്ന ക്യാമറ കൊടുക്കുന്ന ആളുണ്ടോ? ക്യാമറ നല്ല ക്ലിയർ ഉണ്ട്. ആ ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്. വരകളുണ്ടാകിരുന്നുവെന്നും അവിടുന്ന് നടകളോടുകൂടി
വർണ്ണിത നക്ഷത്രതുല്യരായ ബഹുമാനപ്പെട്ട സഹാബത്ത് റളിയല്ലാഹു അൻഹും അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്കിവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാക്കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദമ വ അബിയ വല അസ്വ നബി തങ്ങൾ നീളയുടെ ആളല്ല, നബി തങ്ങൾ ചെറിയ ആളല്ല, നബി തങ്ങൾ കറുത്ത മനുഷ്യനല്ല, നബി തങ്ങൾ വെളുത്ത മനുഷ്യനല്ല. പൂർണ്ണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബത്ത് ഇവിടെ വർണ്ണിച്ചിട്ടുണ്ട്. നടക്കുമ്പോൾ ചിക്കുന്നയെ കുറിച്ച് പറഞ്ഞു. അഹമ്മദ് ചെവി സസ്തഫുകാരാ, നീ എന്ത് മനസ്സിലാക്കി? അടുത്തുള്ളതും അകലെയുള്ളതും ഒരുപോലെ കേൾക്കുന്ന ചെവിയാണ് നബിയുടെ. അശ്ശീഖീങ്ങളുടെ രാജാവായ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹമ്മദ് റസാ ഖാൻ ഫാദിൽ റേൽവി നബിയെ വർണ്ണിച്ചുകൊണ്ട് പാടിയെടുത്തു പാടി. ദൂരോ നസ്ദീക് സുനനെ വാലേ ഓ ഖാനെ ഹേ സലാം, കണക്കിന് സലകളുടെ ഫിറഷ് സേ ഉൻകി സഹ്റേനൈ കേ കഹ്റേ റിയാസത്ത് സലാം. മുത്തയുടെ ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരമാണ് ആകാശഭൂമിയുടെ ചുവട്ടിലുള്ളത്. ഇസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് മുസ്ലിം ഉമ്മത്തിന് അവ്യക്തതയില്ല. ഇനി ശ്രദ്ധിച്ചോ, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടിയെ സംബന്ധിച്ച് സഹാബികൾ പറഞ്ഞു, ചെവിയോളം എത്തുന്നതും ചെവിക്കുന്നിയോളം എത്തുന്നതും പെരടിയിൽ തട്ടുന്നതും, ഈ മൂന്ന് രീതിയിൽ സഹാബത്ത് റളിയല്ലാഹു അൻഹു ഹദീസ് പറഞ്ഞു. ഹദീസ് വിശദീകരിക്കാനുള്ള യോഗ്യത മുഹദ്ദിസിനാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട രാമന്തളി പ്രസംഗത്തിൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാര് ഈമാൻ കാര്യം 5 പറഞ്ഞപ്പോ അതൊരു ഹദീസ് പരിഭാഷപ്പെടുത്തിയതാണെന്ന് പ്രസംഗിച്ച മുസ്ലിം കണ്ടു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിഫാത്തിഹത്തിൽ കിതാബ് എന്ന് പറഞ്ഞ ഹദീസ് ഉള്ളത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തക്ബീർ കെട്ടി ഫാത്തിഹ ഓതി പിന്നെയൊന്നും നിസ്കാരത്തിൽപ്പെട്ടതല്ല എന്ന് ഹദീസ് വിശദീകരിക്കാൻ പാടില്ല. ഹദീസ് വിശദീകരിക്കാൻ യോഗ്യതയുണ്ട്. ഇദാ ബലഗൽ മുഹദ്ദിസു ഇലാ മർതബത്തിൽ ഹാഫിൽ, ഒരു മുഹദ്ദിസ് ഹാഫിലിന്റെ മർത്തബയിലെത്തിക്കുമ്പോഴാണ്. ഇവിടെ കേണ ചില ഹാഫിലുകളല്ല, 3 ലക്ഷത്തോളം ഹദീസ് ഹിഫ്ളുള്ള, സനദും അതിന്റെ ചരിത്രവും അറിയുന്ന, നാസിഖും മൻസൂഖും അറിയുന്ന, മുൻഗാമികളുടെ ഇജ്തിഹാദിനെ കുറിച്ചറിയുന്ന, ആ മദ്ഹബിലെ റാജിഹും റുജൂഹും അറിയുന്ന മഹാന്മാരായ പണ്ഡിതന്മാരാണ് മുഹദ്ദിസീങ്ങൾ. ആ കൂട്ടത്തിലെ ചക്രവർത്തിയാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു. ഞാനിങ്ങനെ പുറത്തു വെക്കുക എന്തോടോ ഈ ഇതിന് SSFന്റെ സ്വഭാവം ഇത് വളയല്ലോ. ബഹുമാനപ്പെട്ട ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു, ഞാൻ നാളെ ഓർത്തു, സുപ്രീം കോടതി ഒരു സ്വവർഗാനുരാഗത്തെ പറ്റി പറഞ്ഞു അല്ലേ? ശരിക്കും നമ്മളെ നേതാവ് ഞെട്ടീന കേട്ടോ. സ്വവർഗാനുരാഗം വലിയ കുറ്റാന്ന് പറഞ്ഞു. പോട്ടെ, ഈ ഇമാം നബി നിങ്ങൾ തിരിയാത്തോലൊക്കെ മനസ്സിലുണ്ടേ. ഏറെ സുന്നികളെ സമസ്തക്കാരെ ഞങ്ങൾ പറഞ്ഞു പെൺകുട്ടികളെ പ്രായപൂർത്തിയാക്കി കെട്ടിച്ചൂടെ? നിങ്ങൾ പറഞ്ഞു 18 വരെ പഠിക്കണം, 2 സെയിൻറ്റോ പഠിക്കണ്ടേ? പിന്നെ അടുക്കള പണിയാ, മക്കളും പഠിക്കണം, വിവാഹവും പഠനമായിട്ട് യാതൊരു ബന്ധമില്ല. പോട്ടെ, അതൊക്കെ നമ്മളെ പിന്നെ ഓണംപള്ളി പറഞ്ഞിട്ടുണ്ടാവും. ലോ ആൻഡ് ഓർഡർ ഒക്കെ കാര്യം എന്തായാലും ഈ ജുവൈനൽ ആക്ട് വലിയ പ്രശ്നമാണ്. ഞങ്ങളിത് അറിയാത്തവരാണ് നിങ്ങൾക്ക് തോന്നരുത്. സുപ്രീം കോടതി പറഞ്ഞു ഇപ്പൊ പിടിക്കണം. നമ്മളെ ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു അന്നറു ഇലൽ മുർദി ബിൽ ഇദ്ലാഖി ഹറാം സവാഉൻ കാന ബിസഹബത്തിൻ ഗൈരി. എന്താ പ്രയോഗം? നിരുപാധികം മൂർദിലേക്ക്, അതായത് സുന്ദരനായ പ്രായപൂർത്തി എത്തിയിട്ടില്ല താൻകുട്ടിയിലേക്ക് നോക്കൽ ഹറാമാണ്. ഈ മസ്അല മദ്ഹബ് ശാദാട്ടോ, ഇന്റെ നേരെ തിരിയണ്ട. ഞാൻ ഇമാം പറഞ്ഞതാ പറഞ്ഞത്.
നബിമാൻ പറഞ്ഞ സാധാരണ മസലേത് എന്താ സാധ പറഞ്ഞാല് അല്ലെങ്കിൽ എന്താ കാര്യം പറഞ്ഞാല് മദ്ഹബിലെ ഇമാമിന്റെ ഉസൂലിനെതിരായി ഉസൂലിനോട് യോജിക്കാത്ത രീതിയിൽ ആ മദ്ഹബിൽപ്പെട്ട മറ്റുള്ള പണ്ഡിതന്മാർ മസ്അല പറഞ്ഞാൽ ആ മസ്അല ഷാദാണ് അല്ലെങ്കിൽ ഗരീബാണ്. ഇത്രേ ഉള്ളൂ. പറഞ്ഞല്ലോ. എന്തായാലും ഷാദോ ഗരീബോ നിങ്ങൾ എന്തോ പറഞ്ഞോ, ഇമാം നബവി റളിയല്ലാഹു അൻഹു ഈ മസ്അല പറഞ്ഞിട്ട് പറഞ്ഞു വലി അന്ന ബഅ്ലുഹും അജ്മല മിൻ ബഅ്ലിൻ നിസാഇ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം, അന്യപുരുഷന്മാരോട് ഇടകലരും സ്ത്രീകൾ ഇടകലരുമ്പോഴുള്ള മാനദണ്ഡം ഈ കുട്ടികൾക്കും ബാധകമാണ്. അങ്ങനെ പുരുഷന്മാരോടുകൂടി ഒന്നിച്ചുറങ്ങാൻ പാടില്ല, പുരുഷന്മാർക്കോ അവരോടുകൂടി ഖൽബത്തിലായി താമസിക്കാൻ പാടില്ല എന്ന് വിശാലമായ മസല പറഞ്ഞ് ഇമാം നബവി റളിയല്ലാഹു അൻഹു അവസാനം പറഞ്ഞു വലി അന്ന ബഅ്ലുഹും അജ്മല മിൻ ബഅ്ദിൻ നിസാഇ. അവർ കൂട്ടത്തിലുള്ള ചില ആൺകുട്ടികൾക്ക് ചില പെണ്ണുങ്ങളെക്കാളും സൗന്ദര്യമുണ്ട്. വലി അന്യത അവളിൽ നടക്കാത്ത ചില വൈകൃതങ്ങൾ ഇവരിൽ നടക്കാനും സാധ്യതയുണ്ട്. ഒരാൺകുട്ടിയോടുകൂടി ഒരു പുരുഷൻ സഞ്ചരിക്കുമ്പോൾ സംശയിക്കപ്പെടില്ല അവരോടുകൂടി അതുപോലെ ബുദ്ധിപരമായ ലൈംഗിക വൈകൃതങ്ങളുള്ളവരോടുകൂടി ആൺകുട്ടി താമസിക്കാൻ ഇടവന്നാൽ ലൈംഗിക അരാജകത്വമുള്ളൊരു സമൂഹമുണ്ടാകുമെന്ന് മുൻകൂട്ടി പറഞ്ഞ ശാഫിഈ മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനായ ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു ഈ മുടികളുടെ വലിപ്പത്തെ കുറിച്ചുള്ള ചർച്ച പങ്കെടുത്തുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, വെട്ടിയ ഉടനെ കണ്ട സഹാബിയാണ് ചെവി തട്ടുന്നത് എന്ന് പറഞ്ഞത്. കുറച്ചുകൂടി തെക്കൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെരടിയിൽ തട്ടുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥമെന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഈ ഉസൂലനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ കാന്തപുരം നിങ്ങൾ ഇങ്ങനെ കുടുങ്ങുമായിരുന്നോ? പൊന്മള അബൂബക്കർ മുസ്ലിയാരെ നിങ്ങൾ ഇങ്ങനെ കുടുങ്ങുമായിരുന്നോ? ഇമാമികൾ പറഞ്ഞതിനെതിരെ അയിമ്മത്ത് പറഞ്ഞതിനെതിരെ ആർക്കും ഒറ്റപ്പെട്ട നിലപാട് സ്വീകരിച്ചു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഇമാമികൾ അഭിപ്രായത്തിനെതിരായ നിലപാട് സ്വീകരിക്കാൻ പറ്റൂല. ഇത് പറഞ്ഞത് മഹാന്മാരായ ഇമാമികളാണ്. ഇനി നോക്കിക്കോ, കാന്തപുരം കൊണ്ടുവന്ന മുടിയിൽ വിശ്വസിച്ചാൽ SSFകാരാ മറുപക്ഷത്തുള്ള ആലിമീകൾ കരുതിക്കോ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വളരെ കൂടുതൽ കരുതിക്കോ, ഈ നബിതങ്ങളുടെ മേലിൽ കളവ് പറയുകയാണ്. നബിതങ്ങളുടെ ഇങ്ങോട്ട് പറഞ്ഞോ, മുഹബന്റെ മുഖദ്ദിമ ഓതിയവർക്കറിയാം നബിതങ്ങൾക്ക് അർത്ഥമാണെന്ന് പറഞ്ഞ മസല എന്താണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കറുത്ത മനുഷ്യനാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീളമില്ലാത്ത ആളാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീളം കൂടിയ ആളാണെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരാള് പറഞ്ഞാൽ നബി തങ്ങളുടെ മേലിൽ കളവ് പറഞ്ഞവനാണ്. ഇതുപോലെ തന്നെ സഹാബത്ത് പറയാത്തൊരു വസ്തുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്ത് പറഞ്ഞാൽ അത് നബി തങ്ങളുടെ മേൽ കളവ് പറയലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ഹദീസ്, നബി തങ്ങളുടെ വാക്ക് ഹദീസാണ്, നബി തങ്ങളുടെ പ്രവൃത്തി ഹദീസാണ്, നബി തങ്ങളുടെ മൗനാനുവാദം ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗനാനുവാദം ഹദീസാണ്, നബി തങ്ങളുടെ സ്വഭാവത്തിന്റെ ഗുണം പറയൽ ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ ഗുണം പറയൽ ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരഘടന പറയൽ ഹദീസാണ്. ഇങ്ങനെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് വളരെ നീളമുള്ളൊരു മുടിയുണ്ടായിരുന്നു എന്ന് പറയൽ കളവാണ് കേട്ടോ. അല്ലാഹു പാവപ്പെട്ട നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഈ രാജസാക്ഷി വളരെ വൈകിയും ഒരു കാര്യം ഞാൻ പറയുകയാണ്. ഞങ്ങൾക്കാരോടുമുള്ള വൈരാഗ്യമല്ല, ഭൗതികലോകത്തോടുള്ള താല്പര്യമല്ല, ഇവിടുത്തെ നേതൃമോഹമല്ല. അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കലർപ്പില്ലാത്ത മഹബ്ബത്താണ്. അതല്ലാതെ ഞങ്ങൾ ഈ പ്രതിരോധത്തിനില്ല. ഞങ്ങളെ ഹബീബിന്റെ മേലിൽ ഒരു മുടി വെച്ച് കെട്ടാൻ ഒരാളെയും സമ്മതിക്കുകയില്ല. മുനസ്സഉൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി വജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറ മുൻഖസിമി.
مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم منزه عن شريك. അത് മുഹമ്മദ് അൽ മർസിന്റെ മുരീദ് തന്നെ പറയണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അവിടുത്തെ സ്ഥാനം? ഇമാം ശറഫുദ്ദീൻ മുഹമ്മദ് അൽ ബുസ്രി റളിയല്ലാഹു അൻഹു ഇങ്ങനെ പാടാൻ കഴിഞ്ഞത് അഹമ്മദ് ഷഖി പറഞ്ഞതുപോലെ വസാദിഖുൽ ഹബ്ബി യുംലി സാദിഖൽ കലിമി. മഹബ്ബത്തിന്റെ വർധനവാണ് യഥാർത്ഥത്തിലുള്ള പ്രകീർത്തനത്തിന് കാരണമായി തീരുന്നത്. الله يشهد إني لا أعرضه والمادحون باب الهوى طبع لصاحب البرهة الفيهاء ذي القطر. അല്ലാഹു സാക്ഷിയാണ്, ഇമാം ബൂസരിയോട് മത്സരിക്കാൻ ഞാനില്ല. എന്നാൽ ബൂസരി സ്നേഹിച്ചതുപോലെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല. എക്കാലത്തെയും മാസിക്കങ്ങളുടെ തലവനായ മുഹമ്മദ് അൽ മർസിയുടെ പ്രിയപ്പെട്ട മുരിദും ഇമാം ഇബ്നു താജുദ്ദീൻ ഇബ്നു അതാഇല്ലാഹി സികന്ദരിയുടെ ബഹുമാനപ്പെട്ട ശരീക്കുമായ ഇമാം ശറഫുദ്ദീൻ മുഹമ്മദ് അൽ ബുസ്രി ആഫ്രിക്കൻ ഖണ്ഡത്തിലെ ഈജിപ്തിലെ പ്രവിശ്യയിലെ ബുസൈർ എന്ന ഗ്രാമത്തിൽ, മഞ്ഞ് പെയ്യുന്ന ഗ്രാമത്തിൽ ഈത്തപ്പനയോല കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ തന്റെ സൗമ്യത്തിലിരുന്നുകൊണ്ട് ഒറ്റക്ക് മുത്തുനബിയെ വർണ്ണിച്ചു. SKSF കാന്തപുരത്തിന്റെ മുഖത്തു നോക്കി ഇത് മാത്രമാണ് പറയുന്നത്. വലിയ മുടിക്കെട്ടുകൾ കൊണ്ടുവരുന്ന കാന്തപുരം ഒരുപാട് വികൃത രൂപത്തില് ഞങ്ങളെ പ്രിയപ്പെട്ടവനെ അവതരിപ്പിക്കാൻ നിൽക്കുന്ന കാന്തപുരം, അത് കാന്തപുരമേ പി അബൂബക്കർ മുസ്ലിയാരെ ഏപ്പിസം. അത് AP അല്ല, സ്ഥാനം എന്താ? ഏപ്പിസം. അത് വേറെ സ്ഥാനമാണ്. അത് വ്യാപിച്ചവർ ഏത് ഗ്രൂപ്പിലാണെങ്കിലും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഏപ്പിസം വല്ലാത്തൊരു ദലാലാണ്. അവരോടൊക്കെയും ആശിഖിന്റെ അസയിൽ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭിത്തിയിൽ എഴുതി വെച്ച ശറഫുദ്ദീൻ മുഹമ്മദ് അൽ ബുസ്രിയുടെ ഒരു പദം ഞങ്ങൾ പറയും. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും മുനസ്സഹുൻ ശരീക്കിൻ ഫീ മഹാസിനിഹി, സൗന്ദര്യ പങ്കാളികളില്ല. ലൗലാഹു മാറൈനൽ ജമാല വലോ ലഹലതൻ, മുത്തുനബിയില്ലായിരുന്നെങ്കിൽ സൗന്ദര്യം എന്തെന്നറിയില്ലായിരുന്നു കേട്ടോ. ഈ സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിഗ്രായി അവതരിപ്പിക്കാൻ അനുവദിക്കൂല. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി. അപ്പോൾ നീ ചോദിക്കും, പിന്നെ എങ്ങനെയാണ്, പിന്നെന്താ സംഭവിക്കുക? ഒന്ന് മാത്രം ജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറ മുഖസിമി. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൗന്ദര്യം മുഴുവൻ അടങ്ങിയിട്ടുണ്ട്. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഈ മുത്തുനബിയുടെ മുടി വെട്ടാതിരുന്നാൽ വെട്ടാതിരുന്നാൽ പെരടിയിൽ തട്ടുമെന്ന് പറഞ്ഞു. അതിലപ്പുറം പറയൽ നബി തങ്ങളുടെ മേൽ കളവ് പറയലാണ് കേട്ടോ. ഒരുത്തൻ കളവ് പറഞ്ഞാൽ നരകത്തിൽ അവന്റെ ഇരിപ്പിട സ്ഥാനം ഉറപ്പിക്കട്ടെ എന്ന് പറഞ്ഞ ഹദീസിനെ ഇമാം നബവി തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഈ ഹദീസ് മുതവാത്തിറിന്റെ അതിലെത്തിയതാണ്. 40ഓളം സഹാബികൾ ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. എന്നിങ്ങനെ ചർച്ചകളെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഇതാ
അല്ലാഹുവേ നരകത്തിൽ അവനെ താമസിപ്പിക്കണേ എന്ന് നബി തങ്ങൾ ദുആ ചെയ്തതുപോലെയാണ്. ഇഖ്ബാറും ബിമാ ദുആഇ. അല്ലാഹുവേ പാവപ്പെട്ട ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് അവിടുന്ന് പറയുകയാണ്, റബ്ബേ എന്നെ പറ്റി കള്ളത്തരം കരുതി കൂട്ടി പറയുന്നവനെ നീ നരകത്തിലാക്കണേ എന്ന് മുത്തുനബിയുടെ ദുആ ഉണ്ട്. SSFകാരാ, എന്തൊരു സങ്കുറമാണ് നിനക്കൊന്ന് ചേർന്നത്, എന്തോ ഒരു ാണ് നിനക്ക് വന്നു ചേർന്നത്, എന്തോ ഒരു അപകടത്തിലേക്കാണ് നീ പോകുന്നത്. ഇനി മുടി ന്യായീകരിക്കല്ല കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥനയിൽ പോകും, അവിടുത്തെ ശാപത്തിൽ പെട്ടുപോകും, അവിടുത്തെ കോപത്തിനായി പോകും. നമുക്ക് മറ്റൊരു വഴിയുമില്ല. നമ്മളെ നബി മരണപ്പെട്ടു പോയി, എന്നാൽ അവിടുത്തെ ജീവിതത്തിന് മാറ്റം സംഭവിക്കുന്നില്ല, ശരീരം നശിക്കുന്നില്ല, മേഴ്ചിതത്ത് മുഴുവനും നിലനിൽക്കുന്നുണ്ട്. മരിച്ചവരെ ജീവിപ്പിച്ച നബിയാണ്, കയ്യിൽ നിന്ന് വെള്ളമൊലിപ്പിച്ച നബിയാണ്. ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ പിളർത്തിയ നബിയാണ്. പാവപ്പെട്ട നമുക്ക് ഖബറിൽ വെച്ചും നബിയുടെ ശഫാഅത്ത് വേണം, ജീവിച്ചിരിക്കുമ്പോഴും നമുക്ക് ആ ശഫാഅത്ത് വേണം, മഹ്ശറയിലും നമുക്ക് ആ ശഫാഅത്ത് വേണം. അവിടേക്കല്ലാതെ മറ്റൊരു അഭയം നമുക്ക് നൽകാനില്ല. യാ അക്റമൽ ഖൽഖി മാലി മനലുദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമീൻ. ഉസ്രി പറഞ്ഞാൽ ശരി, വേറെ എവിടെയും പോകുന്നില്ല. ആ നബിയെ സംബന്ധിച്ചരം കള്ളത്തരങ്ങൾ പറയുന്നത് അനുവദിക്കരുത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ നിർത്തുകയാണ്, സമയം ഒരുപാട് വൈകല്ലോ. തിങ്കളാഴ്ച ഫത്വോദി ദുആ ചെയ്ത് സലാത്തിൽ പിരിയാം. അപ്പോ നമ്മൾ പറഞ്ഞ നിലപാടുകൾ വളരെ വ്യക്തമാണ്. ഇതാണ് സുന്നത്തി വൽ ജമാഅ. നിങ്ങളെല്ലാവരും വയല് കെട്ട് പോയി പിന്നെ ഉറങ്ങരുത്, സജീവമായി പ്രവർത്തിക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പ്രചരിപ്പിക്കണം. എന്താണ് തവസ്സുൽ, എന്താണ് ഇസ്തിഗാസ, എന്താണ് മങ്കൂസ് മൗലൂദ്, എന്താണ് റിഫായി മാല, എന്താണ് ഹൈദീൻ മാല, ഇതൊക്കെ പഠിക്കണം. മാത്രമല്ല ചെല്ലണം. റബീഉൽ അവ്വൽ മാസമാണ് വരുന്നത്. ഇവിടെ എല്ലാവരും ഒരു കാര്യം ഉറപ്പുവരണം, എന്ത്? വീട്ടിൽ നിങ്ങൾ എന്തായാലും മങ്കൂസ് മൗലൂദ്, നിങ്ങളെ കുട്ടികളെ നിങ്ങളത് ഓദിപ്പിക്കും. നിങ്ങളെ കുട്ടികളെ മുഴുവൻ ഇഷ്ഖുൻ നബി നോക്ക്. ഖുർആൻ പരിഭാഷ വായിച്ചതുകൊണ്ടൊന്നും ഖുർആൻ അനുഭവാവൂല. അല്ല കുട്ടികളെ, നീന്തലിന്റെ തീരെന്താ? കൈകൊണ്ട് തുഴയുമ്പോൾ കാലുകൾ ശക്തിയായി വെള്ളത്തിലടിക്കുക, അല്ലേ? എളുപ്പമല്ല വായിക്കാൻ. ഞങ്ങൾ നീന്തിയൊക്കെ വായിച്ചിട്ട് കൂട്ടാറ്റ് മയ്യത്തൊക്കെ ചെല്ലും. ഇതുപോലെയാണ് സുന്നത്ത് ജമാഅത്ത്. പറയാൻ എളുപ്പം, പക്ഷെ മങ്കൂസ് മൗലൂദൊക്കെ ഇങ്ങനെ ചെല്ലി മുഹൈദ്ദീൻ മാലൊക്കെ ഇങ്ങനെ ഓതിയാണ്ടല്ലോ, അതിന് സുഖണ്ട്. ഇങ്ങനെ ഇപ്പൊ മാരകമായ ക്യാൻസർ വരുന്നില്ല എവിടെയൊക്കെ, അല്ലേ? നാട് മുഴുവനും ഒരു ദിവസം 10-30 രോഗികളെ കണ്ടിട്ട് നെഞ്ച് പൊട്ടിപ്പോവാ. 6 വയസ്സ് 7 വയസ്സുള്ള കുട്ടികളൊക്കെ ക്യാൻസർ ആയിട്ട് വരിക. നോക്ക്. പക്ഷെ പഴയ കാലത്തില്ല. അന്നൊരു ബേത്തുണ്ടേതാ? ദണ്ണം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. അള്ളാഹിനോട് ദ്വാരക്ക. ദണ്ണം രോഗം, വബ മരുന്നില്ലാത്ത രോഗം. രോഗം 2 തരാം. മമിൻ ദാഇൻ ഇല്ലാദോ ലഹു ദവാഉൻ. എന്താർത്ഥം? എല്ലാ രോഗത്തിനും മരുന്നുണ്ടെന്നാ? അല്ല. മാമിൻ ദാഇൻ യഖിലു ദവാ ഇല്ലാ ലഹു ദവാഉൻ എന്നാ. മരുന്നിനെ സ്വീകരിക്കുന്ന രോഗങ്ങൾക്കൊക്കെ മരുന്നുണ്ട്, മരുന്ന് സ്വീകരിക്കാത്ത രോഗമാണ് വബ. തിരിഞ്ഞല്ലോ. ദണ്ണം വബാവാസുരിയും കത്തിനാൽ ശിഫയാം യാ റബ്ബനാ. ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ദുആ. മൗത്ത് വാങ്ങും നാളിൽ കരുത്തർ മുഹീദ്ദീൻ കാവലിലേകല്ലോ. പിന്നൊരു ബൈത്ത് മുഹീദ്ദീൻ മാല. ഈമാനും സുരക്ഷിതമായിരുന്നു, വിശ്വാസവും സുരക്ഷിതമായിരുന്നു, ശരീരവും സമ്പത്തും സുരക്ഷിതമായിരുന്നു. ആ പഴയ സംസ്കൃതിയിലേക്ക് മുന്നിലുള്ളവർ കടന്നു വന്ന വഴി. ഒരു വഴി എന്ന് പറഞ്ഞാൽ എന്താ?
മാല പാടണം, മങ്കോസ് മൗലൂദ് പാടണം. എല്ലാവർക്കും ബാധക. തിരിച്ചറിയാവണം നല്ല ട്യൂണുള്ള മൗലൂദ്. അത് ആ കുട്ടിയൊക്കെ ഒച്ചുള്ളപോലെ നല്ല രസമുള്ളപോലെ കണ്ടാണ് ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാവരും വരി അങ്ങനെയുള്ളതല്ലേ. ഞാനൊക്കെ ഓതിയുണ്ടെങ്കിൽ എപ്പോഴും ഒറ്റ രീതി ഉണ്ടാവും, അൽഫിയിലെ രീതി. അല്ലെ അങ്ങനെ ഉണ്ടല്ലോ, ഓരോരുത്തർക്കും പഠിച്ചൊരു ബീത്തിന് രീതി ഉണ്ടാവില്ല. ആ കുട്ടികളിങ്ങനെ വട്ടത്തിലിരുന്ന് ഇങ്ങനെ ചെല്ലണം. പിന്നെ ഈ ലുഹറിന് 12 മണിക്ക് മൗലൂദ് വിളിക്കരുത് ആരെയും. 12 മണിക്കൊക്കെ ആൾക്കാർക്ക് വേറെ ജോലി ഉണ്ടാവും. അപ്പൊ ഒരു ഹദീസ് ചെല്ലാനൊക്കെ സമയം ഉണ്ടാവുള്ളൂ. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് വിളിക്കാം. മനസ്സിലായില്ലേ? നല്ല വിശാലമായ ഒരു സ്ഥലത്ത് ഇരിക്കുക. ആ 2 ചന്ദനത്തിലേക്ക് എടുത്ത് പുറത്തില്ല. നല്ല അത്തറ ഭയങ്കര സംഭവമല്ലേന്ന്. 1500 റുപ്യന്റെ മീൻ വാങ്ങണവന് മൗലൂദിനാണ് ചാണ മണക്കണ തിരിയങ്ങൾ. കുറച്ച് നല്ല അത്തറൊക്കെ ഇങ്ങോട്ട് പുരട്ടി വിശാലായിട്ട് ഇരുന്നിട്ട് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ ഓരോ വരിയും നീട്ടി ഓരോ വരിക്കും ജവാബും ചെല്ലണം. അതിന്റെ വള അങ്ങനെയാണ്. അതിലില്ലെങ്കിൽ മാറ്റും വേണ്ട, പുതിയ വെക്കും വേണ്ട. ആ ബെയ്ത്തിലൊക്കെ ഒരുപാട് സിറുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? സലാത്ത് ചെല്ലണിൽ വലിയ സിറുണ്ട്. അതങ്ങനെ തന്നെ. എന്നിട്ട് നല്ലോണം ചെല്ലും ദ്വാ ചെയ്ത് നോക്ക്, മനസ്സങ്ങിട്ട് തുറക്കും ഇഷ്കിന്റെ ലോകത്തേക്ക്. അവിടെ സന്തോഷമുള്ളൂ. അതിൽ വലിയ സ്വതന്ത്രാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള ഒരു ബന്ധം. സിറാജൻ മുനീറല്ലേ, പ്രകാശഗോപുരം. അടുത്തേക്ക് ചെല്ലും തോറും വെളിച്ചം കിട്ടും, അകലും തോറും ഇരുട്ടൊന്നു ചേരും. ഇരുട്ട് വന്നു ചേരാനുള്ള കാരണം പ്രകാശഗോപുരത്തോട് അടുക്കാത്തതാണ്. നാം അകലെ പോകും നിബിധങ്ങളോട് നികലിന് എത്ര അകലെ പോകുന്നുവോ അത്ര നമ്മൾ അള്ളാഹുവിൽ അകലേക്ക് പോവുകയാണ്. അൽ മുസ്തഫ മിന്നാ അഇമ്മത ജുൻദി വബിഅംരിഹി തഖരീബു വൽഇബ്ആദു. അള്ളാഹുവിന്റെ ഹബീബിന്റെ വിരൽ ചലിപ്പിച്ചാൽ മുന്നോട്ട്, മറ്റൊരു വിരൽ ചലിപ്പിച്ചാൽ പിന്നോട്ട്. അഹമ്മദ് റസാ ഖാൻ പറഞ്ഞതുപോലെ ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരം. അത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതയാണ്. അപ്പൊ അവിടത്തോടുള്ള ഹബ്ബും മിഷ്കൊക്കെ ഉണ്ടാവണം. പരമാവധി മൗലൂദ് ഓതുക. ആര് ശിർക്കാന്ന് നിങ്ങൾ ഓതിക്കോളി, മറുപടി ഏറെ പറയാൻ പോകണ്ട. ഒഴിവുണ്ടാകുമ്പോൾ ഓനും കൂടിക്കോട്ടെ. നല്ല മൗലൂദ് ഉറക്കെ ചെല്ലണം. പക്ഷെ ഒരിക്കലും കച്ചവടാക്കരുത്. വിൽക്കാം മുത്തുനബിയെ വിൽക്കരുത്. നല്ല ഉഷാറായിട്ട് നിങ്ങളെ കൊണ്ടാവും പോലെ മൗലൂദ് ചെല്ലുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വഹബ്നാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഈ ഒരു ഫാത്തിഹ ഓതി കുറച്ച് സലാത്തിൽ ദുആ ചെയ്ത് പിരിയാം. അൽ ഫാത്തിഹ. الصراط المستقيم صراط الذين أنعمت عليهم. بسم الله الرحمن الرحيم. من شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. من شر الوسواس الخناس الذي يوسوس في صدور الناس. صل على سيدنا صل عليه وسلم. اللهم صل على